here. Welcoming you all. കറന്റ്ലി എല്ലാവരും ഈ ഒരു നെറ്റ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണോ എന്നൊന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു. നെറ്റ് ആസ്പിറൻസ് ആണോ, കറന്റ്ലി വർക്കിംഗ് ആണോ, കറന്റ്ലി സ്റ്റഡിയിങ് ആണോ? നിങ്ങളുടെ ഒരു കറന്റ് സ്റ്റേറ്റസ് ഒന്ന് പറയാമോ? സ്റ്റുഡന്റ് ഓർ വർക്കിംഗ് ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ജോബ് റിസൈൻ ചെയ്തിട്ട് ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് അങ്ങനെ പറയാം. ഇനിയും ഈ എക്സാമിന് വേണ്ടിയിട്ട് മാത്രം ഓക്കെ വർക്കിംഗ് ആണ്, പ്രിപ്പയറിംഗ് ആണ്, ഓക്കെ ഫൈൻ, എല്ലാരും വർക്കിംഗ്, ഓക്കെ ഓൾ റൈറ്റ്. അപ്പൊ നിങ്ങളുടെ പ്രിപ്പറേഷന്റെ ഒക്കെ ഒരു സ്റ്റേറ്റസും കൂടെ പറഞ്ഞാൽ നല്ലതായിരുന്നു. എങ്ങനെയുണ്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ? അത്യാവശ്യം ഉഷാറായിട്ട് പോകുന്നുണ്ടോ, അതോ വീണ്ടും ഒന്നേന്നൊന്ന് റീസ്റ്റാർട്ട് ചെയ്യേണ്ട അവസ്ഥയാണോ? ഒന്നും ആയിട്ടില്ല. ഓക്കെ ഓൾ റൈറ്റ്, നത്തിങ് ഹാപ്പൻഡ്. ഓക്കെ. നിങ്ങളൊക്കെ എത്ര പ്രാവശ്യം അത്യാവശ്യം നെറ്റ് എക്സാം അപ്പിയർ ചെയ്തിട്ടുണ്ട് ഇതിനു മുന്നേ സീരിയസ് ആയി പഠിച്ചിട്ട്? മോർ ദാൻ 5 attempts. ഓക്കെ. അപ്പൊ എല്ലാ സീരിയസ് ആയിട്ട് ഒറ്റ പ്രാവശ്യം. ഓക്കെ. സോ എല്ലാ കാറ്റഗറി ഓഫ് ആളുകളും ഇവിടെ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നമ്മുടെ മുന്നിൽ ഇനിയും 2 മാസം ഉണ്ടോ? ഇന്ന് നവംബർ 3 ആയല്ലേ? അപ്പൊ 2 മാസം തികച്ചില്ല. ഡിസംബർ 31 ഓൺവേർഡ്സ് നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യാ. ഇപ്പൊ ഇവിടെ ജോയിൻ ചെയ്തിരിക്കുന്ന ആളുകളൊക്കെ എക്സാമിന് അപ്ലൈ ചെയ്തോ? എന്താ അവസ്ഥ അതുകൂടെ പറയണേ. ഓക്കെ ഓക്കെ. എന്റെ സ്ക്രീൻ കാണാലോ അല്ലേ? നിങ്ങൾക്കൊക്കെ എന്റെ സ്ക്രീൻ വിസിബിൾ ആണ് എന്ന് പ്രതീക്ഷിക്കുന്നു. ആണല്ലോ അല്ലേ? ഓക്കെ ഓൾറൈറ്റ്. സോ അപ്ലൈ ചെയ്യാത്തവരുണ്ട് എങ്കിൽ നമ്മൾ നവംബർ 7 വരെ അപ്ലൈ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പോ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യണം. ഇവൻ ദോ ഇതുവരെ നത്തിങ് ഹാപ്പൻഡ്, ഒന്നും ആയിട്ടില്ല എന്നൊക്കെ അഡ്മിറ്റ് ചെയ്തെങ്കിലും ഇനിയുള്ള നാളുകൾ അത്യാവശ്യം സീരിയസ് ആവണം എന്നുള്ള മൈൻഡ് സെറ്റോട് കൂടിയാണ് എല്ലാവരും ഇവിടെ അറ്റൻഡ് ചെയ്യാൻ, ഈ ഒരു വെബിനാർ അറ്റൻഡ് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോ നമ്മള് ഐഫറിന്റെ ഒരു എക്സാം ഹാക്കിംഗ് സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് 55 ഡേയ്സിന്റെ ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സെഷന് ശേഷം ഈ ഒരു സ്റ്റഡി പ്ലാൻ ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. അതോടൊപ്പം തന്നെ നമ്മളൊരു ക്രാഷ് കോഴ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 55 ദിവസം കൊണ്ട് നമുക്ക് അത്യാവശ്യം MCJ കവർ ചെയ്യുന്ന രീതിയിൽ ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അതോടൊപ്പം തന്നെ മറ്റു കുറച്ച് കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഈ 2 മാസം ഈസ് ഇറ്റ് ഇനഫ് ഫോർ യു ടു പ്രിപ്പയർ വെരി വെൽ? നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? 2 മാസമൊക്കെ ഇനഫ് ആണെന്ന് തോന്നുന്നുണ്ടോ? യെസ്, നോ, ഓക്കെ, ഹാർഡ്ലി ഇനഫ്, ഓക്കെ. MCJനെ സംബന്ധിച്ചോളം ഇറ്റ് ഇസ് ഇനഫ് ആക്ച്വലി. നമുക്ക് നോക്കാം ഏത് രീതിയിലൊക്കെ നമുക്ക് നമ്മുടെ സിലബസ് ഹോൾ ആയിട്ടൊന്ന് കവർ ചെയ്യാം, ഏതൊക്കെ രീതിയിൽ നമുക്ക് പഠിക്കാം, ഏതൊക്കെ രീതിയിൽ പഠിക്കാതിരിക്കാം എന്നുള്ളതൊക്കെ നമുക്ക് ഇതിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. യെസ്. അപ്പൊ നമ്മുടെ മുന്നില് 58 ഡേയ്സ് ആണ്. കൗണ്ടിങ് ഫ്രം ടുഡേ ഓൺവേർഡ്സ് നമ്മുടെ മുന്നിലുള്ളത് 58 ദിവസമാണ്. ആൻഡ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത് ഒരു 55 ദിവസത്തിന്റെ സ്റ്റഡി പ്ലാൻ ആണ്, സ്റ്റാർട്ടിങ് ഫ്രം നവംബർ 5 ഓൺവേർഡ്സ്. അത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഏതൊക്കെ രീതിയിൽ, ഒരു പക്ഷെ ഇതിൽ തന്നെ 2 പ്രാവശ്യം അല്ലെങ്കിൽ 5 പ്രാവശ്യത്തിലേറെ എക്സാം അറ്റൻഡ് ചെയ്ത ആളുകൾ ഉണ്ടെന്ന് പറഞ്ഞു. സോ അവർക്ക് ഈ ഒരു സ്റ്റഡി പ്ലാൻ ഇറ്റ് വിൽ ബി മോർ ലൈക്ക് റിവൈസിങ് വൺസ് അഗൈൻ. പുതിയതായിട്ട് നമ്മൾ കുറെ കാര്യങ്ങൾ ഫെമിലിയർ ആക്കുന്നതിന് പകരം ഓൾറെഡി ഫെമിലിയർ ആയതിനെ റിവൈസ് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി ഉള്ള ഒരു സ്റ്റഡി പ്ലാൻ ആണ്.
അതോടൊപ്പമുള്ള രീതിയിൽ എങ്ങനെ നമുക്ക് പ്രിപ്പറേഷൻസ് കൊണ്ടുപോകാമെന്നും മെൻഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ. സോ വി ആർ കൗണ്ടിങ് ഡേയ്സ് ഫ്രം November 5th onwards. അതിനൊക്കെ മുന്നേ ആയിട്ട് നിങ്ങളുടെ ഇപ്പോഴത്തെ സ്റ്റഡി അല്ലെങ്കിൽ പ്രിപ്പറേഷൻ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു? ആര്യ മാം ഇവിടൊക്കെ തന്നെ ഉണ്ട് കേട്ടോ. ഓക്കെ, ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തില്ല അല്ലേ? ഓക്കെ, എന്റെ പേര് ജൂലിയ. ഞാനാണ് കറന്റ്ലി ഇപ്പം MCJയുടെ മെന്റർ ആയിട്ടുള്ളത്. ആര്യ മാം കറന്റ്ലി ഒരു ഫാക്കൽറ്റി പൊസിഷനിലാണ് ഉള്ളത്. ഓക്കെ, റൈറ്റ്. യെസ്, ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാമോ? നിങ്ങളുടെ ഇപ്പോഴത്തെ സ്റ്റഡി സ്റ്റേറ്റസ് നിങ്ങളെ എങ്ങനെ വിലയിരുത്തുന്നു? അത്യാവശ്യം പവറായിട്ട് പോകുന്നുണ്ടോ? സാറ്റിസ്ഫൈഡ് ആണോ? ഡിസാറ്റിസ്ഫൈഡ് ആണോ? നോട്ട് അറ്റ് ഓൾ സാറ്റിസ്ഫൈഡ്. ഓക്കെ, ന്യൂട്രൽ എന്ന് പറയുന്നുണ്ട് ഒരാള്. എന്തായാലും സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ വെരി സാറ്റിസ്ഫൈഡിൽ വന്നിട്ടില്ല, വെരി ഡിസാറ്റിസ്ഫൈഡും വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു നോട്ട് അറ്റ് ഓൾ സാറ്റിസ്ഫൈഡ്. ഓക്കെ, നോക്കാം നമുക്ക്. അപ്പോ കുറച്ച് ഐഫമെന്റെ ടിപ്സ് നിങ്ങളുടെ അടുത്ത് പറയാം. ഓൾറെഡി ഇപ്പോൾ 2ഉം 5ഉം പ്രാവശ്യമായിട്ടൊക്കെ ഈ എക്സാം അപ്പിയർ ചെയ്തത് കൊണ്ട് നിങ്ങളോട് സ്പെഷ്യലി പറയുന്നതാണ്. നിങ്ങൾ എത്രത്തോളം വൈഡ് ആയിട്ട് അല്ലെങ്കിൽ ഡീപ്പായിട്ട് കൺസെപ്റ്റ്സ് പഠിക്കുന്നു എന്നതിനേക്കാളും വളരെ നമ്മളിപ്പം ഹാർഡ് വർക്കിനേക്കാളും സ്മാർട്ട് വർക്ക് വേണ്ടതെന്ന് പറയുന്നത് പോലെ തന്നെ നമ്മൾ പഠിച്ചത് എത്രത്തോളം നമുക്ക് റീറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ എത്ര പ്രാവശ്യം മൾട്ടിപ്പിൾ റിവിഷൻ നമുക്ക് കഴിയുന്നുണ്ട് എന്നുള്ളതിലാണ് കാര്യം. കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ MCJയിൽ ടുഗെദർനെസ് ടോക്ക് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ലാസ്റ്റ് ടേമിലെ വിന്നേഴ്സ് ആയിട്ടുള്ള 2 പേര് സംസാരിച്ചപ്പോൾ അവർ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞൊരു കാര്യം റിവിഷൻ എന്നുള്ളതാണ്. അതിൽ ഒരു JRF ഹോൾഡർ പറഞ്ഞത് he tried to make sure that he revised more than 3 times a week. ഒരു വീക്കിൽ തന്നെ മൾട്ടിപ്പിൾ ആയിട്ട് ഒരു പോർഷൻ ആള് പഠിച്ചത് എങ്ങനെയെങ്കിലും 3 പ്രാവശ്യം റിവൈസ് ചെയ്യുമെന്നുള്ളത്. റിവൈസ് എന്ന് പറയുമ്പോഴത്തേക്കും ജസ്റ്റ് പഠിച്ചത് തന്നെ വീണ്ടും വീണ്ടും ജസ്റ്റ് ഇങ്ങനെ കാണാതെ പഠിക്കുന്നതിനേക്കാളും അത് വായിക്കുക അല്ലെങ്കിൽ അത് ഓർത്തെടുക്കുക, ആ രീതിയിൽ വളരെ ക്രിയേറ്റീവ് ആയിട്ട് ഫെമിലിയർ ആയിട്ടുള്ള ടോപ്പിക്സ് റിവൈസ് ചെയ്തു എന്നുള്ള ഒരു പോയിന്റ് ആള് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഓഫ് കോഴ്സ് ക്വിക്ക് നോട്ട്സ് ആണ്. നിങ്ങൾക്ക് ഒരു പക്ഷേ മൾട്ടിപ്പിൾ നോട്ട്സ് ഉണ്ടായിരിക്കും. 5 പ്രാവശ്യമൊക്കെ എഴുതിയ ആളുകൾക്ക് കുറെ നോട്ട്ബുക്സ് ഉണ്ടായിരിക്കും. അതിൽ നിന്നൊക്കെ വളരെ കണ്ടൻസ്ഡ് ആയിട്ട് സ്പെസിഫൈഡ് ആയിട്ട് നോട്ട്സ് കീപ്പ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ എക്സാമിന്റെ തലേദിവസം എന്തായാലും ക്വിക്ക് റിവിഷന് സാധ്യമാകും. ആൻഡ് ടോപ്പിക്സിന്റെ ഇന്റർ കണക്ഷൻ ഇപ്പോ MCJയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വളരെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം എന്താണ്? നമുക്ക് പേപ്പർ 1ലും പേപ്പർ 2ലും എക്സ്റ്റൻഷൻ ആയിട്ട് 3 സബ്ജക്ട് വരുന്നുണ്ട് അല്ലെ? സോ ഏതൊക്കെ രീതിയിൽ പേപ്പർ 1ല് ആ 3 യൂണിറ്റ്, പേപ്പർ 1ലെ ആ 3 യൂണിറ്റും പേപ്പർ 2ലെ യൂണിറ്റും ഇന്റർ കണക്റ്റഡ് ആണ്, ഏതൊക്കെ രീതിയിൽ നമുക്ക് നമ്മുടെ സ്റ്റഡീസ് നാവിഗേറ്റ് ചെയ്യാമെന്ന് നമുക്ക് തന്നെ തീരുമാനിക്കാം. ആൻഡ് അൺനെസസറി ഡെപ്ത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ കുറേ പഠിക്കുന്നതിനേക്കാളും വേണ്ടപ്പെട്ട കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമാണല്ലോ, ഇതാണ് നമ്മുടെ 10 യൂണിറ്റ് വരുന്നത് MCJയിൽ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ, ICT ആൻഡ് മീഡിയ കമ്മ്യൂണിക്കേഷൻ റിസർച്ച്. ഇത് പേപ്പർ 1ന്റെ എക്സ്റ്റൻഷൻ കൂടെ തന്നെയാണ്. നമ്മൾ ഇവിടെ പഠിക്കാത്ത ഇൻഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങൾ, സ്റ്റാറ്റിസ്റ്റിക്സ് പോലുള്ള കാര്യങ്ങൾ നമ്മൾ എവിടെ പഠിക്കുന്നുണ്ട്? കമ്മ്യൂണിക്കേഷൻ റിസർച്ചില് പേപ്പർ 1ൽ പഠിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ICT ആൻഡ് മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് as well. അപ്പോ ഈ ഒരു 3 യൂണിറ്റ് ഇന്റർ കണക്റ്റഡ് ആയിട്ട് പേപ്പർ 1ലും പേപ്പർ 2ലും കിടക്കുന്നത് കൊണ്ട് തന്നെ MCJ സ്റ്റുഡൻസിന് അത് ഇറ്റ് ഈസ് വെരി ബെനിഫിഷ്യൽ. സോ ആ രീതിയിൽ ടോപ്പിക്കിന്റെ യൂണിറ്റ്സിന്റെ ഒക്കെ ഇന്റർ റിലേഷൻസ് മനസ്സിലാക്കി നിങ്ങൾ പഠിക്കാട്ടോ. എല്ലാത്തിൽ നിന്നും അല്ലെങ്കിൽ എല്ലാ യൂണിറ്റിൽ നിന്നും വന്നിട്ടുള്ള ഇമ്പോർട്ടന്റ് ഏരിയാസ് ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോ ഇത് ഇമ്പോർട്ടന്റ് ഏരിയാസ് എന്ന് പറയുന്നത് ഫ്ലക്ച്വേറ്റിംഗ് ആണ്. എല്ലാ ടേമിലും ഓരോ ലാസ്റ്റ് ടേമിൽ, അതായത് ജൂൺ 2025 ടേമില്
10ലേറെ ക്വസ്റ്റ്യൻസ് കമ്മ്യൂണിക്കേഷൻ റിസർച്ച് എന്ന് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ ഇമ്പോർട്ടന്റ് ആയി എന്ന് വിചാരിച്ചിട്ടുള്ള പല ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടില്ല. സോ ഓരോ ടേമിലെ ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺ അനുസരിച്ച് എന്താ സംഭവിക്കുന്നത്, ഇമ്പോർട്ടന്റ് ഏരിയാസ് ഡിഫറെന്റ് ആയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോ മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള കുറച്ച് പോർഷൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ള. യൂണിറ്റ് നമ്പർ 1 നിന്നും നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ എപ്പോഴും ക്രോണോളജി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വരുന്നത് ഹിസ്റ്ററി, ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത് ഓഫ് പ്രിന്റ്, റേഡിയോ ആൻഡ് ടെലിവിഷൻ എന്നുള്ളതാണ്. ലാസ്റ്റ് ടേമിലും നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പിന്നെ പ്രസ് കമ്മീഷൻസ് ആൻഡ് PCI, പ്രസ് കമ്മീഷന്റെ ഒരു റെക്കമെൻഡേഷൻ ആയിട്ടുണ്ടായിരുന്ന PCI, ഈ PCI നമ്മൾ 6ാമത്തെ യൂണിറ്റിലും പഠിക്കുന്നുണ്ട്. പിന്നെ മാസ് കമ്മ്യൂണിക്കേഷൻ മോഡൽസ് ആൻഡ് തിയറീസ്. പേപ്പർ 1 ലാസ്റ്റ് ടേമില് ജൂൺ 2025 ടേമില് ലാസ്വെൽ മോഡലിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കമ്മ്യൂണിക്കേഷൻ എന്ന ആ ഒരു യൂണിറ്റ് പേപ്പർ 1 പേപ്പർ 2 ഇന്റർ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് MCQ സ്റ്റുഡൻസിന് ആ ക്വസ്റ്റ്യൻ വളരെ എളുപ്പമായിരുന്നു. സോ മാസ് കമ്മ്യൂണിക്കേഷൻ മോഡൽസ് ആൻഡ് തിയറീസ്. പിന്നെ 2ാമത്തെ യൂണിറ്റിൽ പ്രധാനമായിട്ടും നമ്മൾ ഫോക്കസ് കൊടുക്കുന്നത് ഡെവലപ്മെന്റ് പാരഡൈംസ് ആണ്. ലാസ്റ്റ് ടേമിലും പാർട്ടിസിപ്പേറ്ററി മോഡലിനെ കുറിച്ച് ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതായത് ഞാൻ ഈ ലാസ്റ്റ് ടേം എന്ന് ഉദ്ദേശിക്കുന്നത്, സ്ട്രെസ് ചെയ്യുന്നത് ജൂൺ 2025 ടേം ആണ് കേട്ടോ, ഇപ്പൊ കഴിഞ്ഞ ടേം. പിന്നെ സോഷ്യൽ റിഫോമേഴ്സ് ലാസ്റ്റ് ടേമിൽ ചോദ്യം വന്നിട്ടില്ലായിരുന്നു. പക്ഷെ അതിന് മുന്നത്തെ മിക്ക ടേമിലും റിപ്പിറ്റേറ്റീവ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഒരു ഏരിയ ആണ് സോഷ്യൽ റിഫോമേഴ്സ് ഫ്രം യൂണിറ്റ് നമ്പർ 2. 3ാമത്തെ യൂണിറ്റിൽ നിന്നും നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടതെന്ന് പറയുന്നത് ന്യൂസ് ഏജൻസീസ്, ഹിസ്റ്ററി ഓഫ് അമേരിക്കൻ ജേർണലിസം, റിപ്പോർട്ടിംഗ് ആൻഡ് എഡിറ്റിംഗ് ടെർമിനോളജീസ് ആണ്. ന്യൂസ് ഏജൻസിയുടെ ക്രോണോളജി റിലേറ്റഡ് ആയിട്ടുള്ള, അതായത് ക്രോണോളജി ആസ് വെൽ ആസ് ഫാക്ട്സ്, അതായത് കുറച്ച് ന്യൂസ് ഏജൻസി റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സ് തന്നിട്ട് അതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ലാസ്റ്റ് ടേമിൽ ഉണ്ടായിരുന്നു. ന്യൂസ് ഏജൻസിയുടെ ക്രോണോളജി ബേസ്ഡ് ഉള്ള ക്വസ്റ്റ്യൻസ് ലാസ്റ്റ് ടേമിൽ ഉണ്ടായിരുന്നു. ഹിസ്റ്ററി ഓഫ് അമേരിക്കൻ ജേർണലിസം, അതായത് ടൈം മാഗസിന്റെ ഫൗണ്ടർ ആരാ എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ ഒരു യൂണിറ്റിൽ നിന്ന് ലാസ്റ്റ് ടേമിൽ വന്നിട്ടുണ്ട്. പിന്നെ മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതാണ് ടെർമിനോളജീസ്. ചില ടെർമിനോളജീസ് വിച്ച് ഈസ് വെരി കോമൺ ടു ദ ഫീൽഡ് ഓഫ് റിപ്പോർട്ടിംഗ് ആൻഡ് എഡിറ്റിംഗ്, അത് ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട്. അടുത്തത് 4ാമത്തെ യൂണിറ്റ് ആണ്. അതിലും നമുക്ക് ഹിസ്റ്ററി ഓഫ് അഡ്വർടൈസിങ് കാര്യമായിട്ട് നോക്കേണ്ടതായിട്ടുണ്ട്. ആഡ് ഏജൻസീസ് നോക്കേണ്ടതായിട്ടുണ്ട്. വെരി റീസെന്റ് എക്സാമിൽ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, വിച്ച് ഇസ് ദ ഫസ്റ്റ് മോഡേൺ ആഡ് ഏജൻസി എന്നുള്ളത്. പിന്നെ ആഡ് റിലേറ്റഡ് ലോസ്, ആഡ് ക്യാമ്പയിൻസ് ആൻഡ് സ്ലോഗൻസ്, ക്യാമ്പയിൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ലാസ്റ്റ് ടേമിൽ ഉണ്ടായിരുന്നു കേട്ടോ. പബ്ലിക് റിലേഷൻ ആൻഡ് കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ നമ്മൾ എത്ര പഠിച്ചാലും പഠിക്കുന്നതിൽ നിന്നും ഔട്ട് ഓഫ് ദ ബോക്സ് ക്വസ്റ്റ്യൻസ് ഈ ഒരു യൂണിറ്റിൽ നിന്ന് വരാൻ സാധ്യതയുണ്ട്. എങ്കിലും ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഓഫ് PR റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. ലേറ്റസ്റ്റ് ടേമില് PR-ന്റെ ടൂൾ ആയിട്ടുള്ള എക്സിബിഷൻ ഒരു PR ടൂൾ ആണ്. എക്സിബിഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാത്തത് എന്തൊക്കെ എന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പിന്നെ PR മോഡൽസ്, പിന്നെ ഈ ഒരു ടേമിൽ PR റിലേറ്റഡ് ബുക്സും ചോദിച്ചിട്ടുണ്ടായിരുന്നു. മീഡിയ ലോസ് ആൻഡ് എത്തിക്സ്, അവിടെയും നമുക്ക് മീഡിയ ലോസ് ആൻഡ് ആക്ട്സിന്റെ ക്രോണോളജിക്കൽ ഓർഡർ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കാണാനായിട്ട് സാധിക്കും. നേരത്തെ പറഞ്ഞതുപോലെ PCI ആസ് വെൽ ആസ് INB മിനിസ്ട്രിയുടെ അണ്ടറിൽ വരുന്ന ഓർഗനൈസേഷൻസ്, അതിന്റെ ഫൗണ്ടിങ് ഇയർ, അതിന്റെ ഫങ്ഷണൽ ആസ്പെക്ട്സ് ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തതാണ് മീഡിയ മാനേജ്മെന്റ് എന്നുള്ള ആ ഒരു യൂണിറ്റിലെ ക്വസ്റ്റ്യൻസ് എപ്പോഴും ഫാക്ച്വൽ ആയിരിക്കും. ഈ ഒരു പ്രാവശ്യം, അതായത് ജൂൺ 2025 ക്വസ്റ്റ്യൻസും ഫാക്ച്വൽ ആയിരുന്നു. ഉദാഹരണം പറയുകയാണെങ്കിൽ കുറച്ച് എഡിറ്റിംഗ് ടൂൾസ് ഉണ്ട്. ആ എഡിറ്റിംഗ് ടൂൾസിന്റെ ലിസ്റ്റ് തന്നിട്ട് അത് ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. അഡോബ് പ്രീമിയർ പ്രോ, പിനാക്കിൾ, ബ്ലെൻഡർ പോലത്തെ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസിന്റെ ലിസ്റ്റ് തന്നിട്ട് അതിന്റെ ഇൻസെപ്ഷൻ ഇയർ വെച്ചിട്ട് അത് ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്യുക എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, വിച്ച് വാസ് ഹൈലി ഫാക്ച്വൽ. പിന്നെ ഫോട്ടോഗ്രഫി റിലേറ്റഡ് ആയിട്ടുള്ള ടെർമിനോളജീസ്, അതിന്റെ മറ്റ് ആസ്പെക്ട്സ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്.
ആൻഡ് ബേസിക് റേഡിയോ പ്രിന്റ് ടി വി പ്രൊഡക്ഷൻ ആയിട്ടുള്ള പോയിന്റ്സും ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു യൂണിറ്റിൽ നിന്ന് നമുക്ക് ഫാക്ച്വൽ ക്വസ്റ്റ്യൻസും പ്രതീക്ഷിക്കാം. പക്ഷെ PYQ അനലൈസ് ചെയ്ത് നമ്മൾ അത്യാവശ്യം പഠിച്ചിട്ട് പോവുകയാണെങ്കിൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് വരുന്നത്. പേപ്പർ 1ലും പേപ്പർ 2ലും ഒരുപോലെ നമുക്ക് പഠിക്കാനുള്ളതാണ് ICT. അപ്പോ ICT അബ്രിവേഷൻസ് നമുക്ക് പേപ്പർ 1ലും പേപ്പർ 2ലും ഉണ്ട് കേട്ടോ. HTTPS എന്നുള്ളതിന്റെ അബ്രിവേഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പേപ്പർ 1ലാണ് ഈ പ്രാവശ്യം ചോദിച്ചത്. സോ റിലേറ്റഡ് ICT അതിന്റെ ആപ്ലിക്കേഷൻ ഇൻ ഡിഫറെന്റ് ഏരിയാസ് സച്ച് ആസ് എഡ്യൂക്കേഷൻ, മീഡിയ, ഗവേർണൻസ് ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ആനിമേഷൻ ടെക്നിക്സ് പഠിക്കുന്നുണ്ട്. Then comes unit number 9. MCJ സ്റ്റുഡൻസിനെ സംബന്ധിച്ച് ഈ യൂണിറ്റ് നമ്പർ 9 പഠിച്ചത് കൊണ്ട് ലാസ്റ്റ് ടേമിലെ പേപ്പർ 1ലെ കുറെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനായിട്ട് പറ്റി. കാരണം നമ്മൾക്ക് മാത്രം അറിയാവുന്ന രീതിയിലുള്ള സത്യജിത്രയുടെ മൂവീസിനെ കുറിച്ചും ദാദാ സാഹിബ് ഫാൽക്കെയുടെ മൂവീസിനെ കുറിച്ചും ഒക്കെ ലാസ്റ്റ് ടേമിൽ എന്ത് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ പേപ്പർ 1ലും ഇപ്പൊ ഫിലിം റിലേറ്റഡ് ആയിട്ട് പർട്ടിക്കുലർലി ഇന്ത്യൻ ഫിലിം റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നതായി കാണുന്നു. അത് ഡെഫിനറ്റ്ലി റിപ്പീറ്റ് ചെയ്യാനുള്ള ചാൻസും ഉണ്ട്. സോ പ്രധാനമായിട്ട് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ പഠിക്കുന്നത് ഫിലിം മൂവ്മെന്റ്സ്, ഇന്റർനാഷണൽ മൂവ്മെന്റ്സ്, തിയറീസ്, ഇന്ത്യൻ ഫിലിം ഡയറക്ടേഴ്സ് ആൻഡ് അവാർഡ്സ്. ലാസ്റ്റ് ടോപ്പിക് ആണ് കമ്മ്യൂണിക്കേഷൻ റിസർച്ച്. കമ്മ്യൂണിക്കേഷൻ റിസർച്ച് പേപ്പർ 2ല് വളരെ ഡീപ്പായിട്ട് നമ്മൾ പോകുന്നില്ല, ലൈക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് ഒന്നും അങ്ങനെ പോകുന്നില്ല. പക്ഷെ എങ്കിലും ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തല്ലോ, നമ്മുടെ ലാസ്റ്റ് ടേമിൽ മോർ ദാൻ 10 ക്വസ്റ്റ്യൻസ് കമ്മ്യൂണിക്കേഷൻ റിസർച്ചിൽ വന്നിട്ടുണ്ട്. ബേസിക് ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ്, പക്ഷെ എന്നാലും നമ്മൾ വളരെയധികം അറ്റൻറ്റീവായിട്ട് ക്വസ്റ്റ്യൻ വായിക്കണം എന്നുള്ളൊരു സിനാരിയോ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. സോ റിസർച്ചിന്റെ പ്രോസസ്, അതിന്റെ ടൈപ്സ്, മെത്തഡോളജീസ്, സ്റ്റെപ്സ്, സാമ്പിളിംഗ് ടെക്നിക്സ്, ലെവൽസ് ഓഫ് മെഷർമെന്റ് സ്കെയിൽസിന്റെ ഒരു മാസ്റ്റർ ഫോളോയിങ് ജൂൺ 2025 ടേമിലെ എക്സാമിന് വന്നിട്ടുണ്ടായിരുന്നു. ലൈക്കേർട്ട് സ്കെയിൽ പോലുള്ള സ്കെയിൽസിന്റെയും അതിന്റെ ഫീച്ചേഴ്സും തമ്മിലുള്ള ഒരു മാസ്റ്റർ ഫോളോയിങ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് റിസർച്ച് എത്തിക്സ്. അപ്പൊ ഇത്രയുമാണ് നമ്മൾ പ്രധാനമായിട്ട് PYQ അനലൈസ് ചെയ്തിട്ട് റിപ്പീറ്റീവ് ആയിട്ട് വന്നിട്ടുള്ള കോർ ഏരിയാസ് ഫ്രം എവറി യൂണിറ്റ് ഓഫ് MCJ എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും. സോ അടുത്ത ഒരു സ്ലൈഡിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ നമ്മുടെ സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇത് വിസിബിൾ ആണല്ലോ അല്ലേ, കാണാലോ അല്ലേ? പറയണേ. ഓക്കെ, ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തു നമുക്ക് ഇന്നത്തെ കൂടെ കൗണ്ട് ചെയ്തിട്ട് എത്ര ദിവസമാണ് മുന്നിലുള്ളത്? 58 ദിവസം. അതില് നമുക്ക് 55 ദിവസമാണ് സെപ്പറേറ്റ് ആയിട്ട് എടുത്തിരിക്കുന്നത്, സ്റ്റാർട്ടിങ് ഫ്രം November 5th. അപ്പോ November 5th ഓൺവേർഡ്സ് നമ്മൾ ഡേ 1 ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഏകദേശം 9 ദിവസം എടുത്തിട്ട്, അതായത് November 13, ഓക്കെ, നമ്മുടെ എക്സാം ഡേറ്റ് അത് അൺപ്രഡിക്റ്റബിൾ ആണ് കേട്ടോ. കാരണം സാധാരണ എല്ലാ പ്രാവശ്യവും MCJ എങ്ങനെയാണ് ലാസ്റ്റിലത്തേക്കായിരിക്കും വരിക, പക്ഷെ ലാസ്റ്റ് ടേമിൽ വളരെ അൺപ്രഡിക്റ്റബിൾ ആയിട്ട് ഫസ്റ്റ് ഡേ തന്നെ കൊണ്ടുവച്ചു. സോ ഏത് ഡേറ്റ് വേണേലും നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, സോ ആദ്യത്തെ 9 ദിവസം സ്റ്റാർട്ടിങ് ഫ്രം November 5th ഓൺവേർഡ്സ് നമുക്ക് യൂണിറ്റ് നമ്പർ 1 മാറ്റിവെക്കാം. ഓക്കെ, അപ്പോൾ അതിൽ ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത തിയറീസും മോഡൽസും ഹിസ്റ്ററി ഓഫ് TV അല്ലെങ്കിൽ റേഡിയോ എല്ലാം ക്യാപ്സുകൾ ആയിട്ട് ഓരോ ദിവസത്തേക്കും ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. സോ മോസ്റ്റ്ലി ഇപ്പം ഐഫറൈസ് ആണ് എങ്കിൽ ഇത്ര പോർഷൻസ് വെച്ചിട്ടുള്ള, ഇതിപ്പം ഫസ്റ്റ് മെയിൻ ആയിട്ടുള്ള ടോപ്പിക്കിന്റെ വീഡിയോസ് ആ ദിവസം കവർ ചെയ്യുക, മെറ്റീരിയൽ വായിക്കുക എന്നുള്ള രീതിയിലാണ് കേട്ടോ. ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് പോലെ നമുക്ക് MCJ ഡെയിലി ടെസ്റ്റ് ഡിസ്കഷൻസ് വരുന്നുണ്ട്. അതേപോലെ തന്നെ MCJ ഐഫറിസം റൂം ആക്ടിവിറ്റീസും വരുന്നുണ്ട്. ഓക്കെ, ഇപ്പോ MCJയില് അല്ലെങ്കിൽ ഇവിടെ ഐഫറില് ഇത് കാണുന്നില്ല, നിങ്ങൾക്ക് ഇത് കാണുന്നുണ്ടോ? ഇപ്പോ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് 55 ഡേയ്സ് സ്റ്റഡി പ്ലാൻ ആണ് കേട്ടോ.
ഇത് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നിങ്ങൾക്കിത് കാണാൻ പറ്റുന്നുണ്ടല്ലോ ഗൈസ്. കമ്മ്യൂണിക്കേഷൻ റിസർച്ച് സ്ലൈഡോ? നിങ്ങൾക്ക് ഇപ്പോ 55 സ്റ്റഡി പ്ലാൻ ആണോ കാണുന്നത്, അതോ സ്ലൈഡ് ആണോ കാണുന്നത്? ഓക്കെ 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 ഓക്കെ, അതെ അല്ലേ. ഇപ്പൊ കാണാൻ പറ്റുന്നില്ലേ? ഉണ്ടോന്ന് പറയണേ. ഓക്കെ, സോറി ട്ടോ. സോ ഇതാണ്. അപ്പൊ ഞാൻ ഇത്ര നേരം വെറുതെ കഥ പറയായിരുന്നു. ഓക്കെ, സോ 55 days സ്റ്റഡി പ്ലാൻ സ്റ്റാർട്ടിങ് ഫ്രം November 5th ഓൺവേർഡ്സ്. നമ്മുടെ മുന്നില് ഡേ 1 മുതൽ ഏകദേശം ഡേ 9 വരെ എടുക്കുകയാണ്. അതായത് November 3rd വരെ എടുക്കുകയാണെങ്കിൽ ആ ഒരു 9 ദിവസത്തിനുള്ളിൽ നമുക്ക് യൂണിറ്റ് നമ്പർ 1 കവർ ചെയ്യുന്ന രീതിയിൽ ഓരോ ദിവസവും ക്യാപ്സ്യൂള് പരുവത്തിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും. ഈ സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് എന്തായാലും ഗ്രൂപ്പിൽ ഷെയർ ചെയ്യട്ടോ. അപ്പോ ഓരോ ദിവസത്തേക്കും എന്താണ് ക്യാപ്സ്യൂൾ രൂപത്തിൽ ഇത്ര ടോപ്പിക്സ് വീതം വെച്ച് കവർ ചെയ്യാം. അപ്പൊ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത രീതിയിൽ ഹിസ്റ്ററി ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ തിയറീസ് ആയിക്കൊള്ളട്ടെ, മോഡൽസ് ആയിക്കൊള്ളട്ടെ, എല്ലാം നമ്മൾ കവർ ചെയ്ത് പോകുന്നുണ്ട്. ഇവിടെ നമുക്ക് ഐഫറിൽ തന്നെ അതിന്റെ വീഡിയോസ് ഉണ്ട്. ഇപ്പം ഇന്നത്തെ ദിവസം ഇതാണ് കവർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ വീഡിയോസ് കാണാം, അതിന്റെ മെറ്റീരിയൽ വായിക്കാം എന്നുള്ള രീതിയിലാണ്. ആൻഡ് നേരത്തെ ഞാൻ പറഞ്ഞത് നമുക്ക് ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ എന്തുണ്ട്, ഡെയിലി ടെസ്റ്റ് ഡിസ്കഷൻ ഉണ്ട്, ആസ് വെൽ ആസ് ഐഫറിസം റൂം ആക്ടിവിറ്റീസ് ഉണ്ട്. ആൻഡ് റീസെന്റ് ആയിട്ട് നമ്മൾ MCJ JRF ക്ലബും സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോ JRF ക്ലബിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിക്കേഷൻ റിസർച്ചിന്റെ സെഷൻ ആണ്. 7ഓളം സെഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ലേറ്റസ്റ്റ് എക്സാമിന് 10ഓളം ക്വസ്റ്റ്യൻസ് കമ്മ്യൂണിക്കേഷൻ റിസർച്ചിലാണ്. യെസ്, JRF ക്ലബ് സ്റ്റാർട്ട് ചെയ്തു. 10ഓളം സെഷൻസ്, 10ഓളം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അത് റിലേറ്റഡ് ആയിട്ടുള്ള JRF ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇപ്പോഴത്തെ ഒരു JRF ക്ലബിന്റെ ഒരു നേച്ചർ എന്ന് പറയുന്നത് ജൂൺ 2025 ടേം മുതല് പുറകോട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ അറൌണ്ട് 2014 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഓരോ സെറ്റായിട്ട് ഡിസ്കസ് ചെയ്യാണ്. നമ്മളിപ്പോ ഡിസ്കസ് ചെയ്ത് December 2022 ടേമിലെ ക്വസ്റ്റ്യനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ എത്തിയിട്ടുണ്ട്. JRF ക്ലബിന്റെ ലിങ്ക് ഒരു ദിവസം കമ്മ്യൂണിറ്റിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് ചിലപ്പോൾ മിസ്സായി പോയതായിരിക്കും. ഒരു ദിവസം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആദ്യത്തെ 9 ദിവസം കൊണ്ട് നമുക്ക് അത്രയും കവർ ചെയ്യുന്ന സമയത്ത് 10ാമത്തെ ദിവസം നമ്മൾ എന്ത് ചെയ്യും? ഈ 9 ദിവസം പഠിച്ചതിന്റെ ഒരു റിവിഷൻ പോലെ CPYQ പ്രാക്ടീസ്. ഒരു പക്ഷെ നിങ്ങൾ ചിലപ്പം ഇവിടുത്തെ കോഴ്സ് എടുത്തവരാണെങ്കിൽ അറിയാം, കാറ്റഗറൈസ്ഡ് PYQ ടെസ്റ്റിന്റെ പ്രാക്ടീസ് ഉണ്ട്. അതേപോലെ തന്നെ എന്താണ് കാറ്റഗറൈസ്ഡ് മെറ്റീരിയലിന്റെ റിവിഷൻസ് ഉണ്ട്. കാറ്റഗറൈസ്ഡ് മെറ്റീരിയൽ ഈ ഒരു പ്രാവശ്യം എക്സാം ഹാക്കിംഗ് സിസ്റ്റത്തോടനുബന്ധിച്ച് ഐഫറൈറ്റ്സിന് മാത്രം കൊടുക്കുന്ന ഒരു എക്സ്ക്ലൂസീവ് ഫീച്ചർ ആണ്. നമ്മൾ ഓരോ യൂണിറ്റിനെയും കാറ്റഗറൈസ് ചെയ്യും. ദി ഇമ്പോർട്ടന്റ് ഏരിയ, കോർ ഫോക്കസ് എന്ന് പറഞ്ഞിട്ട്. അതേപോലെ തന്നെ അത്യാവശ്യം ഡീപ്പായിട്ട് വായിക്കാനുള്ളവർക്ക് ഒരു ഡീപ്പ് ഡൈവ് ഏരിയ. ഇനിയും എക്സ്ട്രാ എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതും എന്നാൽ സിലബസിൽ ഇല്ലാത്തതുമായിട്ടുള്ള പോയിന്റ്സ് ഒക്കെ ആഡ് ചെയ്തിട്ട് നമ്മൾ മെറ്റീരിയലിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ കാണിക്കാം. അപ്പോ അത് ഷെയർ ചെയ്യണമെങ്കിൽ അത് നമ്മൾ ഐഫറിന്റെ ആപ്പിൽ മാത്രമേ കൊടുക്കുള്ളൂ. ഇത് കാണാലോ അല്ലെ? ഈ ഒരു മെറ്റീരിയൽ കാണാലോ അല്ലെ? കാണുന്നുണ്ടോന്ന് പറയണേ.
യെസ്, കാറ്റഗറൈസ്ഡ് മെറ്റീരിയൽ എങ്ങനെയാണ് എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ ആദ്യത്തെ 9 ദിവസം യൂണിറ്റ് 1 പഠിച്ചു. 10ാമത്തെ ദിവസം കംപ്ലീറ്റ് റിവിഷൻ ആണ്, എലോങ് വിത്ത് ദ പ്രാക്ടീസ് ഓഫ് CPYQ ആസ് വെൽ as ഈ ഒരു കാറ്റഗറൈസ്ഡ് മെറ്റീരിയൽ നമ്മൾ റിവൈസ് ചെയ്യാൻ പോവാണ്. സോ കോർ ഫോക്കസ് എന്നുള്ള ഏരിയയിൽ എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂല് വന്നിട്ടുള്ള പോയിന്റ്സ് ഒക്കെ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ, ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള നോട്ട്സ് ആണ്. ബുള്ളറ്റിൻ പോയിന്റ്സ് ആയിട്ടും അല്ലാണ്ട് ഇതേപോലെ ടേബിളിലായിട്ടും ആണ് നോട്ട്സ് വന്നിട്ടുള്ളത്. ഇതേപോലെ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളതൊക്കെ എക്സാം പോയിന്റ് ഓഫ് വ്യൂല് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പൊ NEPRESS റിലേറ്റഡ് ആയിട്ടുള്ള ക്രോണോളജി ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതേപോലെ The first attempt to start a newspaper in Calcutta was made in 1776 by whom എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. സോ ഈ രീതിയിൽ എക്സാമിന് ചോദിച്ചിട്ടുള്ള എല്ലാ പോർഷൻസും ഹൈലൈറ്റ് ചെയ്തിട്ടാണ് ഈ കാറ്റഗറൈസ്ഡ് മെറ്റീരിയൽ, കോർ ഫോക്കസ്, ഡീപ് ഡൈവ്, ബിയോണ്ട് ദ ഹൊറൈസൺ എന്നുള്ള ഒരു 3 കാറ്റഗറീസിൽ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നത്. സോ ഇത് അത്യാവശ്യം നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വായിക്കാൻ ടേബിൾസ് ആയിട്ടും ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഇത് യൂണിറ്റ് നമ്പർ 1 ആയതുകൊണ്ട് കോർ ഫോക്കസ് ഇച്ചിരി കൂടുതലായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഹൈലൈറ്റ് ചെയ്തതെല്ലാം ക്വസ്റ്റ്യൻസിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ. കോർ ഫോക്കസിൽ തന്നെയാണ് നമ്മൾ ഇപ്പോഴും നിൽക്കുന്നത്. ഇതേപോലത്തെ ടേബിൾസും അല്ലാത്ത ബുള്ളറ്റിൻ പോയിന്റ്സും നിങ്ങൾക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വന്നിട്ടുള്ള പോയിന്റ്സ് ആസ് വെൽ as അതിൽ കൂടുതലും ഇനിയും ചോദിക്കാൻ സാധ്യതയുള്ളതും ആഡ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം എക്സാമിൽ വന്നിട്ടുള്ളത് തന്നെയാണ് ആഡ് ചെയ്തേക്കുന്നത്. സോ ആ ഒരു കോർ ഫോക്കസ് കഴിയുമ്പോഴത്തേക്കും ഡീപ് ഡൈവ് എന്ന് പറഞ്ഞ ഒരു ഏരിയ ആണ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുക. അത് നിങ്ങൾ പെരിഫറലി വായിച്ചിരിക്കേണ്ട, അറിയേണ്ട ബേസിക് കാര്യങ്ങളാണ്. ആൻഡ് തേർഡ് കാറ്റഗറി എന്ന് പറയുന്നതാണ് എക്സ്ട്രാ അല്ലെങ്കിൽ ബിയോണ്ട് ദി ഹൊറൈസൺ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സെഷൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വന്നിട്ടില്ല, റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടില്ല, എന്നാൽ എന്താണ് ക്വസ്റ്റ്യൻസ് നമുക്ക് സിലബസിൽ ഇല്ലാത്ത ക്വസ്റ്റ്യൻസ് ഉള്ളത് എല്ലാം കൂടെ കളക്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഈ ഒരു ബുക്ക് ഒരുപക്ഷെ നിങ്ങൾക്ക് പരിചയമുണ്ടായിരിക്കും, പ്രീവിയസ് ഇയർ അലുമിനി ആണ് എങ്കിൽ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ ജേർണലിസം ബൈ J നടരാജന്റെ ബുക്കിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം കളക്ട് ചെയ്തിട്ടുള്ള ബുള്ളറ്റിൻ പോയിന്റ്സ് ആണ് നിങ്ങൾക്ക് ഇപ്പൊ കാണാനായിട്ട് സാധിക്കുന്നത്. സോ ലേറ്റസ്റ്റ്, അതായത് ജൂൺ 2025 വരെ വന്നിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും എടുത്തിട്ട് ആ ബുക്കിൽ നിന്ന് തന്നെ റെഫർ ചെയ്തിട്ടും എക്സ്ട്രാ റെഫർ ചെയ്തിട്ടും എടുത്തിട്ടുള്ള ഉണ്ടാക്കിയ ഒരു കാറ്റഗറൈസ്ഡ് മെറ്റീരിയൽ ആണ് കേട്ടോ ഇത്. ആൻഡ് ഖാസ സുബ്ബറാവുവിനെ കുറിച്ചാണ് ലേറ്റസ്റ്റ് എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. അദ്ദേഹം അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന പബ്ലിക്കേഷൻസ് ഏതൊക്കെയാണ് എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. സോ ഇങ്ങനെയാണ് കാറ്റഗറൈസ്ഡ് മെറ്റീരിയൽ വരുന്നത്. അല്ലാണ്ട് എക്സ്ട്രായും നമ്മൾ കൊടുക്കുന്നുണ്ട്. സോ നേരത്തെ പറഞ്ഞതുപോലെ കമ്മിറ്റി ആൻഡ് കമ്മീഷൻസ് ഈ ഒരു പ്രാവശ്യം നമുക്ക് PC ജോസി കമ്മിറ്റിയെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ നേരത്തെ ആ ഒരു സ്റ്റഡി പ്ലാനിൽ കാണിച്ചതുപോലെ ആദ്യത്തെ 9 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, 10ാമത്തെ ദിവസം കാറ്റഗറൈസ്ഡ് മെറ്റീരിയൽ റീഡിങ്ങിനും കാറ്റഗറൈസ്ഡ് PYQ പ്രാക്ടീസിനും വേണ്ടിയിട്ടാണ് സ്കെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമുക്ക് സ്റ്റഡി പ്ലാനിലേക്ക് തിരികെ വരാം. സ്റ്റഡി പ്ലാൻ കാണാൻ പറ്റുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. കാണാമോ? കാണാലോ അല്ലേ? ഒന്ന് റെസ്പോണ്ട് ചെയ്യണേ. ഹലോ. ഓക്കെ, അപ്പോ അടുത്ത 6 ദിവസം കൊണ്ട്, ആദ്യത്തെ 10 ദിവസം കഴിഞ്ഞു, അടുത്ത 6 ദിവസം കൊണ്ട് നമ്മൾ 2 യൂണിറ്റ് പഠിക്കാൻ പോവാണ്. ആദ്യത്തെ 3 ദിവസം കൊണ്ട് യൂണിറ്റ് നമ്പർ 2,
ഇപ്പൊ പാരലലി എന്ത് നടക്കുന്നുണ്ട്? നമുക്ക് MCJ ഡെയിലി ടെസ്റ്റ് ഡിസ്കഷൻ നടക്കുന്നുണ്ട്, JRF ക്ലബ്ബ് നടക്കുന്നുണ്ട്. ഈ ഡെയിലി ടെസ്റ്റ് ഡിസ്കഷൻ എന്താണെന്ന് ആ ഒരു ഫീച്ചർ ഇപ്പൊ കൊണ്ടുവന്നതാണ്. നമുക്കിപ്പോ ഓൾട്ടർനേറ്റീവ് ഡേയ്സ് ആണ് എന്ത് നടക്കുന്നത്? ഡെയിലി ടെസ്റ്റ് സ്കെഡ്യൂൾ ആവുന്നത്. ഇന്നിപ്പോ സ്കെഡ്യൂൾ ആയിട്ടുള്ളത് പേപ്പർ 1ന്റെ ഡെയിലി ടെസ്റ്റ് ആണ്. അതിന്റെ ഡിസ്കഷൻ നാളെ രാത്രി 9 മണിക്കുണ്ട്. ഇന്നലെ സ്കെഡ്യൂൾ ആയത് പേപ്പർ 2ന്റെ ഡെയിലി ടെസ്റ്റ് ആണ്. അതിന്റെ ഡിസ്കഷൻ ഇന്ന് രാത്രി 9-നുണ്ട്. ആൻഡ് ഈ ഡെയിലി ടെസ്റ്റ് എന്ന് പറയുന്നത് PYQ ആണ്. പ്രത്യേകിച്ച് പേപ്പർ 1നെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ജൂൺ 2025 വന്നിട്ടുള്ള എല്ലാ സെറ്റിലെയും PYQ വെച്ചിട്ടുള്ള അപ്ഡേറ്റഡ് ക്ലാസ്സസ് അല്ലെങ്കിൽ സെഷൻസ് ആണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇത്രയും ഇപ്പം ജോയിൻ ആവുകയാണെങ്കിൽ ഇത്രയും നാളത്തെയും സെഷൻസിന്റെ റെക്കോർഡിംഗ്സ് അവൈലബിൾ ആയിരിക്കും കേട്ടോ, ബോത്ത് പേപ്പർ 1 ആൻഡ് പേപ്പർ 2. സോ ഓൾട്ടർനേറ്റീവ് ഡേയ്സ് നമുക്ക് MCJയുടെയും പേപ്പർ 1ന്റെയും ഡെയിലി ടെസ്റ്റ് ഡിസ്കഷൻസ് ആൻഡ് ഐഫറിസം റൂം വരുന്നുണ്ട്. ഐഫറിസം റൂം എന്ന് പറയുന്നത് നിങ്ങളുടെ തന്നെ ഒരു ഇൻഫോർമൽ കളക്റ്റീവ് ഡിസ്കഷൻ ആണ്. കഴിഞ്ഞ ദിവസം MCJയുടെ ഐഫറിസം റൂമിൽ നമ്മൾ ഇയേഴ്സ് എല്ലാവർക്കും, എത്ര പേർക്ക് ഇയേഴ്സ് ഡിഫിക്കൽട്ട് ആണ്? ഇയേഴ്സ് പഠിക്കാൻ ഇഷ്ടമുള്ള ആളുകളുണ്ടോ? ഓക്കെ, ഇഷ്ടമുണ്ട കൊള്ളാലോ, ഇഷ്ടമുള്ള ആളുകൾ ഉണ്ട് കേട്ടോ. അപ്പോ മെജോറിറ്റി ഓഫ് ആളുകൾ ഇയേഴ്സ് വേണ്ട എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ഇയേഴ്സ് വെച്ചിട്ട് ഒരു ഗെയിമിലൂടെ നമ്മൾ ഇയേഴ്സ് പഠിക്കുന്ന രീതിയിൽ ഒരു ഇൻഫോർമൽ ഡിസ്കഷൻ ലാസ്റ്റ് MCJ ഐഫറിസം റൂമിൽ നടത്തിയിരുന്നു. സോ ആ രീതിയിലാണ് ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ ഡെയിലി ടെസ്റ്റ് ഡിസ്കഷൻ, ഐഫറിസം റൂം ആൻഡ് JRF ക്ലബ്ബ് നടക്കുന്നത്. അപ്പൊ അടുത്ത 6 ദിവസത്തിൽ ഫസ്റ്റ് 3 days ഫോർ യൂണിറ്റ് നമ്പർ 2 ആൻഡ് നെക്സ്റ്റ് 3 days ഫോർ യൂണിറ്റ് നമ്പർ 3. അപ്പൊ ഓരോ യൂണിറ്റ് കഴിയുമ്പോഴും നമുക്ക് എന്തുണ്ട്? ഇതേപോലെ CPYQ പ്രാക്ടീസ് ആൻഡ് കാറ്റഗറൈസ്ഡ് മെറ്റീരിയൽ റിവിഷൻ ഉണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ 4ാമത്തെ യൂണിറ്റ് 4 ദിവസം എടുത്തിട്ടാണ് പഠിക്കുന്നത്. ആൻഡ് ഇത്രയും കഴിഞ്ഞതിന് ശേഷം വി ആർ ഡെഡിക്കേറ്റിംഗ് ആൻ എൻറ്റയർ ഡേ ഫോർ P1, P2, PYQ പ്രാക്ടീസ്. അന്ന് നമ്മൾ വേറൊന്നും ചെയ്യുന്നില്ല. അത്രയും നാളും പഠിച്ചതിന്റെ ഒരു റിഫ്ലക്ഷൻ പോലെ പറ്റുന്ന രീതിയിൽ ആ ഒരു ഡേ മേ ബി ഹാഫ് ഡിവൈഡ് ചെയ്തിട്ട് രാവിലെ മുതൽ ഉച്ച വരെ പേപ്പർ 1ന്റെ PYQ, ഉച്ച മുതൽ വൈകുന്നേരം വരെ പേപ്പർ 2ന്റെ PYQ എന്ന രീതിയിൽ എൻറ്റയർ ഡേ വി ആർ ഡെഡിക്കേറ്റിംഗ് ഫോർ PYQ പ്രാക്ടീസ്. അടുത്ത സെറ്റ് ഓഫ് യൂണിറ്റ്സ് നമ്മൾ പഠിക്കാൻ തുടങ്ങുന്നത് നവംബർ 29 ഓൺവേർഡ്സ് ആണ്. യൂണിറ്റ് നമ്പർ 5 അത് നമ്മൾ 2 ദിവസം കൊണ്ട് കവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ സ്റ്റഡീസ് സ്കെഡ്യൂൾ ചെയ്യണം. ആൻഡ് യൂണിറ്റ് നമ്പർ 3 നമ്മൾ 3 ദിവസത്തിനകം പഠിക്കുന്ന രീതിയിൽ സ്റ്റഡീസ് സ്കെഡ്യൂൾ ചെയ്യുക. ആ ഒരു സെറ്റ് കംപ്ലീറ്റ് ആയതിനു ശേഷം നമ്മൾ ഡേ നമ്പർ 32 അതായത് ഡിസംബർ 6 എന്താണ് P1, P2 എൻറ്റയർ ഡേ പ്രാക്ടീസിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാണ്. പിന്നെ പിന്നെ നമ്മൾ യൂണിറ്റ് നമ്പർ 8 then comes, സോറി ഇവിടെ നമ്പറിനൊരു വ്യത്യാസം ഉണ്ട് കേട്ടോ, ഇവിടെ 7 ആണ് വരേണ്ടത്. ഓക്കെ, ICT ആൻഡ് മീഡിയ നമ്മൾ 4 ദിവസത്തിൽ കവർ ചെയ്യുന്നു. എല്ലാ യൂണിറ്റിന്റെയും ശേഷം ഇതേപോലെ CPYQ പ്രാക്ടീസ് വരുന്നുണ്ട്, കാറ്റഗറൈസ്ഡ് മെറ്റീരിയൽ റിവിഷൻ വരുന്നുണ്ട്. ആൻഡ് അഗെയിൻ നമ്മൾ P1, P2 PYQ പ്രാക്ടീസ്. ആൻഡ് ലാസ്റ്റിലത്തെ 3 യൂണിറ്റ്, 8ാമത്തെ യൂണിറ്റ്, 9ാമത്തെ യൂണിറ്റ് ആൻഡ് 10ാമത്തെ യൂണിറ്റ്. 8ാമത്തെ യൂണിറ്റ് നമ്മൾ ഇങ്ങനെ കവർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഓരോ യൂണിറ്റിൽ കവർ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള ഈ കുട്ടി ക്യാപ്സ്യൂൾ ടോപ്പിക്സ് ആണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ റെഫർ ചെയ്യണമെങ്കിൽ എൻറ്റയർ ഒരു ഏരിയ ബാക്കി ഉണ്ടാകും. പക്ഷെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇത്രയും റെഫർ ചെയ്യുക എന്നുള്ള രീതിയിലാണ് ഈ സ്റ്റഡി പ്ലാനിൽ ഇത് ഇൻക്ലൂഡഡ് ആക്കിയിട്ടുള്ളത്. സോ ആ രീതിയിൽ നമ്മൾ ഏകദേശം ഡേ നമ്പർ 50 അതായത് ഡിസംബർ 24 ആകുമ്പോഴത്തേക്കും ഏകദേശം MCJയുടെ എല്ലാ യൂണിറ്റും പെരിഫറലി കവർ ചെയ്തിരിക്കും. പെരിഫറലി മാത്രമല്ല കവർ ചെയ്യുന്നത്, നിങ്ങൾ CPYQ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾ എക്സ്ട്രാ റിവിഷൻ ചെയ്യുന്നുണ്ട്. ആൻഡ് പിന്നീടുള്ള നമുക്ക് 5 ദിവസം വീണ്ടും നമുക്ക് എക്സ്ട്രാ 2-3 ദിവസം കൂടെ ഉണ്ട്, അല്ലെങ്കിൽ എക്സ്ട്രാ ദിവസം കിട്ടും. ഇഫ് നമ്മുടെ എക്സാം ഏറ്റവും ലാസ്റ്റിലേക്കാണ് സ്കെഡ്യൂൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കംപ്ലീറ്റ്ലി റിവിഷന് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്യാം. റിവിഷൻ പ്ലസ് PYQ പ്രാക്ടീസ്. സോ PYQ പ്രാക്ടീസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു രീതിയിലാണ് എന്ത് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത്, സ്റ്റഡി പ്ലാൻ ആക്കുന്നത്. നിങ്ങൾക്കിത് ഷെയർ ആക്കും ഗ്രൂപ്പില്. ഇനിയിപ്പോ കുറച്ച് നമ്മുടെ ലേറ്റസ്റ്റ്
ജൂൺ 2025 എക്സാമിന്റെ പാറ്റേൺ നമുക്കൊന്ന് നോക്കാം. അത് കഴിഞ്ഞ ശേഷം 2-3 ക്വസ്റ്റ്യൻസ് കൂടെ ഡിസ്കസ് ചെയ്യാം. ആ രീതിയിലായിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു രീതിയിലായിരിക്കും JRF ക്ലബിലും ആയിട്ടൊക്കെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നത്. Portions from this area or that. How can we analyze a question paper എന്നായിരിക്കും ചോദിച്ചേക്കുന്നത് അല്ലേ? യാ. സോ ബേസിക്കലി നിങ്ങൾക്ക് ഇവിടെ ഇപ്പോ JRF ക്ലബിൽ ആ രീതിയിൽ ഓരോ യൂണിറ്റ് സ്പെസിഫിക് ആയിട്ടുള്ള ഇത്ര ക്വസ്റ്റ്യൻസ് വന്നു, ഇത്ര ക്വസ്റ്റ്യൻസ് ചോദിച്ചു എന്നുള്ള രീതിയിലാണ് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോ നിങ്ങൾക്ക് നിങ്ങളായിട്ട് ഇരുന്ന് അനലൈസ് ചെയ്യേണ്ട കാര്യം വരുന്നില്ല കേട്ടോ. ഇൻഡിവിജ്വൽ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് ക്വസ്റ്റ്യൻസ് കൗണ്ട് ചെയ്യാം, ഇത്ര ക്വസ്റ്റ്യൻസ് ഇന്ന യൂണിറ്റിൽ വന്നു എന്നുള്ള രീതിയിൽ കൗണ്ട് ചെയ്യാം കേട്ടോ. ഓക്കെ. ജൂൺ 2025 വന്നിട്ടുള്ള കുറച്ച് പാറ്റേൺ ആണ് ഇത്. ചിലപ്പം MCG ഓറിയന്റേഷൻ അറ്റൻഡ് ചെയ്ത ആളുകൾക്ക് ഓൾറെഡി ഫെമിലിയർ ആയിരിക്കും. അതായത് നമ്മുടെ എക്സാമിന് ഒന്ന് നോക്കുകയാണെങ്കിൽ, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നിറയെ പാറ്റേൺസ് കിട്ടും. ഈ പാറ്റേൺസ് അനുസരിച്ച് ഈ പാറ്റേൺ പിടിച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ അതേ പാറ്റേണിൽ വേറെ ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ടേമിലും പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കും. സോ ആ രീതിയിൽ വന്ന കുറച്ച് പാറ്റേൺ ക്വസ്റ്റ്യൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒന്ന് ക്രോണോളജി ആണ്. അപ്പോ ക്രോണോളജി എല്ലാ പ്രാവശ്യവും നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. എല്ലാ പ്രാവശ്യവും ക്രോണോളജി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്രാവശ്യം നമുക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്രോണോളജി ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഏർലി ഇന്ത്യൻ മൂവീസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്രോണോളജി ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ക്രോണോളജി എന്ന് പറയുന്നത് എന്താ, മോസ്റ്റ്ലി എല്ലാ ടേമിലും റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതാണ്. ഏർലി ഇന്ത്യൻ മൂവീസും അങ്ങനെ തന്നെയാണ്. പക്ഷെ അതിൽ വളരെ കൺഫ്യൂസിംഗ് ആയിട്ട് ഇംഗ്ലണ്ട് റിട്ടേൺഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൂവി ഇപ്രാവശ്യം ഉണ്ടായിരുന്നു. സോ ബിമൽ റോയുടെ മൂവി, ദാദാ സാഹിബ് ഫാൽക്കെയുടെ മൂവി, അങ്ങനെ ഇംഗ്ലണ്ട് റിട്ടേൺ എല്ലാം കൂടെ തന്നിട്ട് അതിനെ ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്യുന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. സത്യജിത് റേയുടെ മൂവീസിന്റെ ക്രോണോളജി ചോദിച്ചു. റേഡിയോ, ടെലിവിഷൻ, ഇന്റർനെറ്റ് റിലേറ്റഡ് ഇവന്റ്സിന്റെ ക്രോണോളജി. അപ്പൊ നമ്മൾ യൂണിറ്റ് നമ്പർ 1 ഏറ്റവും പ്രോമിനന്റ് ആയിട്ട് പഠിക്കുന്നത് എന്താണ്? ഹിസ്റ്ററി, ഗ്രോത്ത്, ഡെവലപ്മെന്റ് ഓഫ് റേഡിയോ, ടെലിവിഷൻ ആൻഡ് പ്രിന്റ് മീഡിയ ആണ്. സോ അത് തന്നെ അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്രോണോളജിക്കൽ ക്വസ്റ്റ്യൻസ് ഈ പ്രാവശ്യം ലേറ്റസ്റ്റ് എക്സാമിന് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. പിന്നെ അഡ്വർടൈസ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇവന്റ്സ്, അത്യാവശ്യം ഔട്ട് ഓഫ് ദ ബോക്സ് നമ്മൾ ചിന്തിക്കാത്ത രീതിയിൽ വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസിന്റെ ക്രോണോളജി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഈ അഡോ പ്രീമിയർ പ്രോ, പിന്നക്കിൾ, ബ്ലെൻഡർ തുടങ്ങിയ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസിന്റെ ഇൻസെപ്ഷൻ ഇയർ വെച്ചിട്ടുള്ള ക്രോണോളജി ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആക്സ്, നമ്മൾ ആക്സ് പഠിക്കുന്നതാണ് യൂണിറ്റ് നമ്പർ 6. സോ ഇത്രയുമാണ് ക്രോണോളജിയുടെ അണ്ടറിൽ വന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ട്രൂ ഓർ ഫോൾസ് സ്റ്റേറ്റ്മെന്റ്സ് കുറെ കണ്ടു. ഈ ട്രൂ ഓർ ഫോൾസ് സ്റ്റേറ്റ്മെന്റ്സിൽ ആദ്യം വന്നത് ന്യൂസ് ഏജൻസി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് വന്നിട്ട് അതിൽ ട്രൂ ഓർ ഫോൾസ് കണ്ടുപിടിക്കാനായിരുന്നു. ഇന്റർനെറ്റ് റിലേറ്റഡ് ആയിട്ടുള്ളത്, പിന്നെ മാസ് മീഡിയ റിലേറ്റഡ് ആയിട്ടുള്ളത്. പിന്നെ നമ്മളുടെ അടുത്ത് ഫൗണ്ടേഴ്സ് ചോദിച്ചിട്ടുണ്ടായി. ന്യൂസ് പേപ്പർ മലയാള മനോരമയുടെ ഫൗണ്ടർ മുതൽ നെറ്റ്ഫ്ലിക്സിന്റെ ഫൗണ്ടർ വരെ ചോദിച്ചു. അപ്പോ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്കറിയാലോ അല്ലേ ന്യൂസ് പേപ്പർ മലയാള മനോരമ വാസ് ഫൗണ്ടഡ് ബൈ? ആൻസർ ചെയ്യാട്ടോ. സാധാരണ മലയാളം ന്യൂസ് പേപ്പേഴ്സ് ഒന്നും അവരങ്ങനെ ചോദിക്കാത്തതായിരുന്നു. കുറെ നാൾക്ക് ശേഷം മലയാളം ന്യൂസ് പേപ്പർ അവര് ചോദിച്ചു. നമ്മുടെ സ്വന്തം മലയാള മനോരമ ഫൗണ്ടഡ് ബൈ ഏത് വർഷ വന്നെന്നറിയാവോ? നിങ്ങൾ അവിടൊക്കെ തന്നെ ഉണ്ടല്ലോ അല്ലേ, അതോ എന്നെ കേൾക്കാത്തതാണോ? നിങ്ങൾക്ക് എന്നെ കേൾക്കാമല്ലോ അല്ലേ? ഓക്കെ. യെസ്, കണ്ടത്തിൽ വർഗീസ് മാപ്പിള
മാമൻ മാപ്പിള എന്ന ആളാണ് മലയാള മനോരമ ഫൗണ്ട് ചെയ്തത്. ഏത് വർഷമാണെന്ന് ഓർക്കുന്നുണ്ടോ? ഓക്കെ, യെസ്, 1888 വന്നിട്ടുള്ളത്. പിന്നെ നെറ്റ്ഫ്ലിക്സിന്റെ ഫൗണ്ടറിനെ ചോദിച്ചു, അദ്ദേഹത്തെ അറിയാമോ? അറിയില്ലെങ്കിൽ ഇല്ലാന്ന് പറയട്ടോ. ഓക്കെ, നെറ്റ്ഫ്ലിക്സ് വാസ് ഫൗണ്ടഡ് ബൈ റീഡ് ഹാസ്റ്റിങ്സ്. റീഡ് ഹാസ്റ്റിങ്സ്, വേറൊരു ചങ്ങായും കൂടെ ഉണ്ട്, അയാളുടെ പേരും ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ റീഡ് ഹാസ്റ്റിങ്സ് അത്യാവശ്യം ഫെമിലിയർ ആയിരുന്നെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യാമായിരുന്നു. നെറ്റ്ഫ്ലിക്സ് വന്ന വർഷം ഓർക്കുന്നുണ്ടോ? അറിയാമോ? ഒരു OTT പ്ലാറ്റ്ഫോം ആണല്ലേ, ഓവർ ദ ടോപ്പ്. നെറ്റ്ഫ്ലിക്സ് വന്ന വർഷം 1997 ആണ്. അപ്പൊ 1997 വന്ന ഒരു OTT പ്ലാറ്റ്ഫോം ആണ് നെറ്റ്ഫ്ലിക്സ്, ആൻഡ് ഇറ്റ് വാസ് ഫൗണ്ടഡ് ബൈ റീഡ് ഹാസ്റ്റിങ്സ്. നെറ്റ്ഫ്ലിക്സിന്റെ ഹെഡ് ക്വാർട്ടർ ഇരിക്കുന്നത് കാലിഫോർണിയയിലാണ്. ഓക്കെ, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, റിപ്പോർട്ടിംഗ് ആൻഡ് എഡിറ്റിംഗിൽ ടൈം മാഗസിന്റെ ഫൗണ്ടർ ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടായി. ഇതറിയാമോ? പേടിക്കണ്ടാട്ടോ, ഇപ്പൊ അറിയില്ലെങ്കിൽ നമുക്ക് പഠിക്കാം. ആ ഒരു സ്പിരിറ്റിൽ ഇരിക്കണേ. അയ്യോ എനിക്കറിയില്ല എന്നുള്ളൊരു സ്പിരിറ്റിലേക്ക് ആവരുത്. ഹായ്, ഇതൊക്കെ എനിക്ക് പഠിക്കാലോ എന്നുള്ളൊരു സ്പിരിറ്റിൽ ഇരിക്കണം കേട്ടോ. ഓക്കെ, ടൈം മാഗസിൻ ഫൗണ്ട് ചെയ്യുന്നത് 1923 ഹെൻറി ലൂസ് LUCE, ഹെൻറി ലൂസ് ആണ് ടൈം മാഗസിൻ ഫൗണ്ട് ചെയ്യുന്നത്. അപ്പൊ ബേസിക്കലി ഈ ഒരു എക്സാം പാറ്റേൺ ആണ് ഞാൻ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഫൗണ്ടേഴ്സ് എന്ന നിലയിൽ ഇത്രയും ആൾക്കാരെ ചോദിച്ചു. ന്യൂസ് പേപ്പറിന്റെ ഫൗണ്ടർ, ഒരു OTT പ്ലാറ്റ്ഫോമിന്റെ ഫൗണ്ടർ, പിന്നെ ഒരു മാഗസിന്റെ ഫൗണ്ടർ, പിന്നെ ജനറൽ ടേംസ് ആണ് ചോദിച്ചത്. ഇതൊരു കമ്മ്യൂണിക്കേഷൻ റിസർച്ച് ബേസ് ചെയ്തിട്ടുള്ള ഒരു ടേം ആണ് ബോയിലിംഗ് ഡൗൺ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതെന്താന്ന് വെച്ചാല്, നമ്മളൊരു വൈഡ് വെറൈറ്റി ഓഫ് ഡേറ്റ, നമ്മുടെ മുന്നിൽ കുറെ ഡേറ്റ ഉണ്ട്. ഓക്കെ, അതിനെ വളരെ സ്പെസിഫിക് ആയിട്ട്, കണ്ടൻസ്ഡ് ആയിട്ട്, ബ്രീഫ് ആയിട്ട് അവതരിപ്പിക്കുന്നതിനെയാണ് ബോയിലിംഗ് ഡൗൺ എന്ന് പറയാം. നിങ്ങൾക്ക് ഇപ്പൊ തന്നെ പഠിക്കാനുള്ളതേ ഉള്ളൂ. if we are presenting a data in a condensed manner, അതിനെയാണ് ബോയിലിംഗ് ഡൗൺ എന്ന് പറയുന്നത്. സോ അതൊരു കമ്മ്യൂണിക്കേഷൻ റിസർച്ച് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ടെർമിനോളജി ആണ് കേട്ടോ. ആൻഡ് ഗ്യാഫർ എന്ന ഒരു ടേം വന്നിട്ടുണ്ടായി. ഇതറിയാമോ ആർക്കെങ്കിലും? കേട്ടിട്ടുണ്ടോ ഗ്യാഫർ? ക്വസ്റ്റ്യൻ വന്നത് ഇങ്ങനെയാണ്, ഗ്യാഫർ ആരുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. വിത്ത് ഹൂം ഗ്യാഫർ വർക്ക് വിത്ത് എന്നുള്ള ഒരു രീതിയിലായിരുന്നു ക്വസ്റ്റ്യൻ വന്നത്. കേട്ടിട്ടുണ്ടോ? ഞാൻ വേണേ ക്ലൂ തരാം, സിനിമാ മേഖലയാണ്. നിങ്ങൾക്ക് ഗസ് ചെയ്യാമോ? ഞാൻ സിനിമാ മേഖലയാന്ന് പറഞ്ഞില്ലേ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഗസ് ചെയ്യാമോ? ഓക്കെ, സിനിമാറ്റോഗ്രാഫർ ഇല്ലേ, ഡയറക്ടർ ഓഫ് ഫോട്ടോഗ്രാഫി, അദ്ദേഹവുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ആളാണ് ഗ്യാഫർ. അതായത് നമുക്ക് സിനിമാറ്റോഗ്രഫി എന്ന ഒരു സിനിമ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ക്ലോസ്ലി വർക്ക് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ലൈറ്റ് ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ ഈ ലൈറ്റ് ഡിപ്പാർട്ട്മെന്റിലെ ഹെഡ് ലൈറ്റ് ടെക്നീഷ്യനെയാണ് ഗ്യാഫർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ആരാണ് ഗ്യാഫർ, എന്താണ് ഗ്യാഫർ എന്നുള്ളതല്ലായിരുന്നു ചോദ്യം. നമ്മുടെ ചോദ്യം ഗ്യാഫർ ആരുമായിട്ട് വർക്ക് ചെയ്യുന്നു, സിനിമറ്റോഗ്രാഫർ അല്ലെങ്കിൽ ഡയറക്ടർ ഓഫ് ഫോട്ടോഗ്രാഫി എന്നുള്ളതായിരുന്നു ആൻസർ വന്നത് കേട്ടോ. ക്യാമറ കാലിബ്രേഷൻ എന്നുള്ള ഒരു ടേം ഫോട്ടോഗ്രാഫി റിലേറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടായി. ക്യാമറ കാലിബ്രേഷൻ എന്ന് പറയുന്നത്, നമ്മളിപ്പോ ഫോട്ടോഗ്രാഫ് എടുക്കാനായിട്ട് നമ്മുടെ ക്യാമറയുടെ സെറ്റിംഗ്സ് അല്ലെങ്കിൽ പാരാമീറ്റേഴ്സ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യത്തില്ലേ? എന്തിനാ? നമ്മൾ കാണുന്ന സീൻ എന്താണോ അതിനെ ആ പെർഫെക്റ്റ് റേഷ്യോ, കളർ ടെമ്പറേച്ചറിലെ അല്ലെങ്കിൽ ആ ഒരു പെർഫെക്റ്റ് ഷോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ക്യാമറ പാരാമീറ്റേഴ്സ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു ടേം ആണ് ക്യാമറ കാലിബ്രേഷൻ. അപ്പോ നമ്മളിപ്പോ നോക്കുന്നത് ജൂൺ 2025 എക്സാമിന്റെ പാറ്റേൺ ആണ്
ടേംസ് ഇത്രയധികം ചോദിച്ചു, ഫൗണ്ടേഴ്സ് എന്ന നിലയിൽ ഇത്രയും ചോദ്യങ്ങൾ വന്നു, ട്രൂ ആൻഡ് ഫോൾസ് സ്റ്റേറ്റ്മെന്റ്സിൽ ഈ ഒക്കെ ഏരിയാസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നു, ക്രൊണോളജിയിൽ ഇത്ര റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നു. അടുത്തത് ബുക്സ് ആൻഡ് ഓതേഴ്സ് ആണ്. നമുക്ക് എല്ലാ പ്രാവശ്യവും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു സെറ്റ് ഓഫ് പുതിയ ബുക്സ് ആൻഡ് ഓതേഴ്സിനെ പ്രതീക്ഷിക്കാം. ഈ പ്രാവശ്യം വന്നത് ഫീമെയിൽ ഇന്ത്യൻ ജേർണലിസ്റ്റിന്റെ 2 ബുക്സ് ആണ്. ഒന്ന് ഹെഡ്ലൈൻസ് ഫ്രം ഹാർട്ട്ലാൻഡ് എന്ന ബുക്ക് വാസ് റിട്ടൺ ബൈ ഹൂം. സേവന്തി നിനാനാണ് ആൻസർ വരുന്നത്. ഷീ ഈസ് എ ഇന്ത്യൻ ഫീമെയിൽ ജേർണലിസ്റ്റ്. അതേപോലെ ഹൗ പ്രൈം മിനിസ്റ്റേഴ്സ് ഡിസൈഡ് എന്ന പുസ്തകം എഴുതിയത് ആരാണ്? അത് എഴുതിയത് നീരജ ചൗധരിയാണ്. അപ്പം ഇവർ രണ്ടുപേരും നോക്കിയേ, ഫീമെയിൽ ഇന്ത്യൻ ജേർണലിസ്റ്റ് ആണ്. സോ ഇവർ എഴുതിയ ബുക്ക് ചോദിച്ചിട്ടുണ്ട്. പിന്നെ അല്ലാതെ ജനറൽ പബ്ലിഷ്ഡ് വർക്ക്സും അതിന്റെ ഓതേഴ്സും PR റിലേറ്റഡ് ആയിട്ടുള്ള ബുക്സ് ആൻഡ് ഓതേഴ്സ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പം ബുക്സ് ആൻഡ് ഓതേഴ്സ് നമുക്ക് എല്ലാ പ്രാവശ്യവും പ്രതീക്ഷിക്കാം, മൾട്ടിപ്പിൾ ആയിട്ട് തന്നെ പ്രതീക്ഷിക്കാം. നമുക്ക് പറ്റുന്ന രീതിയിൽ കളക്ട് ചെയ്ത് ഓൾറെഡി വന്ന ഓതേഴ്സിനെ ഒക്കെ നമുക്ക് പഠിക്കാം എന്നുള്ള കാര്യമാണ് അതിൽ ചെയ്യാനുള്ളത്. അല്ലാത്ത മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് കേട്ടോ. ബുക്സ് ആൻഡ് ഓതേഴ്സിന്റെ മാച്ച് ദ ഫോളോയിങ് വന്നിട്ടുണ്ട്. ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് പർപ്പസസ്, അത് വളരെ എളുപ്പമായിരുന്നു. ഫോർ എക്സാമ്പിൾ സോങ് ആൻഡ് ഡ്രാമ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്തിനു വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ലളിതകലാ അക്കാദമിയുടെ പർപ്പസ് എന്താണെന്നുള്ള രീതിയിലുള്ള ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആയിരുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മെഷർമെന്റ് സ്കെയിൽസ്, ഓരോ റിസർച്ചിലുള്ള മെഷർമെന്റ് സ്കെയിൽസ്, അതിന്റെ ഡെഫിനേഷൻ. ഇപ്പം ക്യുമുലേറ്റീവ് സ്കെയിൽസ് ആണ് ഗുഡ്മാൻ സ്കെയിൽ എന്നറിയപ്പെടുന്നത്. ആ രീതിയിലുള്ള മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഫാക്ച്വൽ ആയിട്ടുള്ള ടാഗ് ലൈൻ റിലേറ്റഡ്, ക്യാമ്പയിൻ റിലേറ്റഡ്, ഈ ഒരു കോട്ട് തന്നിട്ട് ഈ ഒരു കോട്ട് ആരാണ് പറഞ്ഞത് എന്നുള്ള ചോദ്യം വന്നു. കമന്റ് ഇസ് ഫ്രീ ബട്ട് ഫാക്ട്സ് ആർ സ്കേർഡ് എന്ന കോട്ട് ആരാണ് പറഞ്ഞത് എന്നുള്ള രീതിയിൽ CP സ്കോട്ട് ആണ് കേട്ടോ ആ കോട്ട് പറഞ്ഞത്. CP സ്കോട്ട്. ജനറലി പിന്നെ ന്യൂസ് പേപ്പർ, അതിന്റെ എഡിറ്റേഴ്സ്, അതായത് ഇന്ത്യൻ എക്സ്പ്രസിന്റെ എഡിറ്റർ, കറന്റ് എഡിറ്റർ ആരാണെന്നുള്ള രീതിയിൽ രാജ് കമാൽ ജ. പിന്നെ ബേസിക് കൺസെപ്റ്റ്സ്, പിന്നെ മറ്റ് തിയറീസ്, പ്രൊപ്പൗണ്ടേഴ്സ്, സിനിമ ജോണേഴ്സ്, അങ്ങനെ ജനറൽ ആയിട്ട് ഇത്രയും കാര്യങ്ങൾ വന്നു. ഇത് വളരെ റഫ് ആയിട്ടുള്ള ഒരു ഐഡിയ മാത്രമാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ആ ഒരു ജൂൺ 2025 എക്സാമിന്റെ പാറ്റേൺ വെച്ചിട്ടുള്ള ഒരു റഫ് ഒരു ഗ്രാഫ് മാത്രമാണ് പ്രസന്റ് ചെയ്തത് കേട്ടോ. അപ്പോ നിങ്ങൾക്ക് ഇപ്പോ ഐഫർ എക്സാം ഹാക്കിംഗ് സിസ്റ്റത്തോടനുബന്ധിച്ച് ഒരു 55 ഡേയ്സ് സ്റ്റഡി ക്രാഷ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോ അതിൽ ഇപ്പൊ ഞാൻ ഷെയർ ചെയ്ത സ്റ്റഡി പ്ലാൻ വെച്ചിട്ട് തന്നെ ആയിരിക്കും മുന്നോട്ട് പോകുന്നത്. ഈ നേരത്തെ പറഞ്ഞ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. അപ്പോ ഈ 55 ഡേയ്സ് സ്റ്റഡി പ്ലാൻ ഉണ്ട്, മെന്റർഷിപ്പ് ഉണ്ട്, നമുക്ക് ക്ലിയർ സ്പോട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. നിങ്ങൾക്ക് ഡൗട്ട്സ് റിലേറ്റഡ്, അതായത് നിങ്ങൾക്ക് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട് വരികയാണ്, നിങ്ങൾ സെൽഫായിട്ട് അതൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ നോക്കി പക്ഷെ നടക്കുന്നില്ല, അപ്പൊ ആ ഗ്രൂപ്പിൽ നിങ്ങളുടെ ഡൗട്ട് എന്താണോ എന്നുള്ളത് ആ ഒരു പർട്ടിക്കുലർ ഫോർമാറ്റിൽ, ഗ്രൂപ്പ് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട് ആ ഫോർമാറ്റിൽ ഇടുകയാണെങ്കിൽ മെന്റേഴ്സ് അത് കണക്ട് ചെയ്ത് റിസോൾവ് ചെയ്ത് തരും. പിന്നെ ബുക്ക് നമ്മുടെ ലേറ്റസ്റ്റ് ടേം, അതായത് ജൂൺ 2020 ഇപ്പൊ ഞാൻ കാണിച്ച ആ ക്വസ്റ്റ്യൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ള ലേറ്റസ്റ്റ് ബുക്ക് നിങ്ങൾക്ക് അവൈലബിൾ ആകും. അതിൽ പേപ്പർ 1ന്റെ ബുക്ക് നിങ്ങൾക്ക് ഹാർഡ് കോപ്പി ആയിട്ട് വാങ്ങിക്കാൻ പറ്റും കേട്ടോ. പോസ്റ്റൽ സർവീസ് വഴി ഹാർഡ് കോപ്പി ആയിട്ട് വാങ്ങിക്കാനായിട്ട് സാധിക്കും. ആൻഡ് ആക്ടിവിറ്റി ഗ്രൂപ്പ് ഉണ്ട്. നിങ്ങൾക്ക് മിനി നെറ്റ് എക്സാം പ്രാക്ടീസ് പോലെ മന്ത്ലി മോഡൽ എക്സാമും മെഗാ മോക്ക് ടെസ്റ്റും ഒക്കെ ഉണ്ട്. ARF എക്സാം ഉണ്ട്. അത് കൃത്യമായിട്ട് ഒരു ദിവസത്തേക്ക് സ്കെഡ്യൂൾ ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ ടൈമിൽ 2 മുതൽ 5 അല്ലെങ്കിൽ രാവിലെ ഇത്ര ടൈം മുതൽ ഇത്ര ടൈം വരെ സ്കെഡ്യൂൾ ചെയ്യുന്ന എക്സാംസ് ഉണ്ട്. പിന്നെ ഇപ്പൊ നേരത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്തതുപോലെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള JRF ക്ലബ്സും ഐഫറിസം റൂമും കാറ്റഗറൈസ്ഡ് മെറ്റീരിയലും ഉണ്ട് കേട്ടോ. ആൻഡ് ഐഫർ ആപ്പ് വളരെയധികം അപ്ഗ്രേഡഡ് ആയി വന്നിട്ടുണ്ട്. നിങ്ങളുടെ ആ ഒരു ലേണിംഗ് പ്രോസസ്സ് വളരെയധികം ഇൻവോൾവ് ആക്കാൻ വേണ്ടിയിട്ട്, എൻഗേജിങ് ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഫീച്ചേഴ്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു ഗെയിമിഫിക്കേഷനിലോട് കൂടി നിങ്ങൾക്ക് ഐഫർ ആപ്പ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് നിങ്ങൾ എന്ത് ടൈപ്പ് ഓഫ് ലേണർ ആണെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടോ? അതായത് നിങ്ങളൊരു ഫാസ്റ്റ് ലേണർ ആണോ, നിങ്ങളൊരു സ്ലോ ലേണർ ആണോ, നിങ്ങൾക്ക് സ്റ്റഡി ഗ്രൂപ്പ്സിന്റെ കൂടെ പഠിക്കുന്നതാണോ എഫക്റ്റീവ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ സെൽഫ് സ്റ്റഡി ആണോ എഫക്റ്റീവ് ആയിട്ടുള്ളത്? വാട്ട് സോർട്ട് ഓഫ് ലേണർ യു ആർ? പറയാമോ?
സെൽഫ് സ്റ്റഡി പറയുന്നുണ്ട്. ഓക്കെ, പലരും ഫാസ്റ്റ് ലേണർ ആണെന്ന് പറയുന്നുണ്ട്. യെസ്, പലരും പല ടൈപ്പ് ഓഫ് ലേണർ ആണ് അല്ലെ. ഞാനൊരു വിഷ്വൽ ലേണർ ആണ്. എനിക്കൊരു ബുക്ക് വായിക്കുന്നതിനേക്കാളും ആ ബുക്കിന്റെ അഡാപ്റ്റേഷൻ ഏതെങ്കിലും മൂവി ഉണ്ടെങ്കിൽ ആ മൂവി കണ്ടിട്ട് ആ ബുക്ക് വായിക്കുന്നതായിരിക്കും എളുപ്പം. സോ ആ രീതിയിൽ ഓരോരുത്തരും ഓരോ ടൈപ്പ് ഓഫ് ലേണേഴ്സ് ആണ്. നിങ്ങളുടെ ഒരു ലേണിംഗ് സ്ട്രാറ്റജി, നിങ്ങളുടെ ഒരു ലേണിംഗ് മെത്തേഡ് ഏതാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ലേണിംഗ് പേസ് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക. ആ രീതിയിൽ സ്റ്റഡീസ് മുന്നോട്ട് കൊണ്ടുപോവുക. സ്ലോ ലേണർ ആണ്, സാരില്ല, സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്നൊരു പഴഞ്ചൊല്ലില്ലേ. അപ്പൊ നമുക്ക് പയ്യെ പയ്യെ സെറ്റ് ആക്കാം. അപ്പോ നിങ്ങളുടെ പ്രിപ്പറേഷനിൽ ഈ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തുക. ഇത് ഞാൻ എല്ലാം വിശദീകരിച്ച് പറയണ്ടല്ലോ. ഷോർട്ട് നോട്ട് ഓഫ് കോഴ്സ് വിൽ ഹെൽപ്പ് യു അ ലോട്ട് ഇൻസ്റ്റെഡ് ഓഫ് എന്താ കുറേ നോട്ട്ബുക്സ് കീപ്പ് ചെയ്യുന്നതിനെക്കാട്ടിലും കുട്ടി കുട്ടി നോട്ട്സ് കീപ്പ് ചെയ്യുക. മൈൻഡ് മാപ്പിംഗ് ടെക്നിക്സ് യൂസ് ചെയ്യുക. കോഡൊക്കെ വെച്ച് പഠിക്കുക. നിങ്ങൾ എത്ര പേര് ലാസ്റ്റ് ഇവിടുത്തെ അലുമിനി ആണെന്ന് പറയാമോ? ഇവിടെ ഓൾറെഡി അലുമിനി ആയിട്ടുള്ള ആളുകൾ ഉണ്ടോ? അത് പുതിയ ആളുകൾ ഉണ്ടോ? ഓക്കെ, ഓൾറൈറ്റ്. ഓക്കെ, അപ്പോ ഈ മൈൻഡ് മാപ്പിംഗ് ടെക്നിക്സ് അല്ലെങ്കിൽ കോഡ് എന്നൊക്കെ പറയുന്നത് നമ്മൾ പഠിക്കുന്ന ഒരു കാര്യം വളരെ ഫാക്ച്വൽ ആണെങ്കിൽ അതിന് എന്തെങ്കിലുമൊക്കെ കോഡ് വെച്ചിട്ട്, ഇപ്പൊ പേപ്പർ വണ്ണിൽ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് അറിയാവുന്നതാണല്ലോ മറ്റേ സ്വയംപ്രഭ ചാനലിന്റെ കോഡൊക്കെ. ഓക്കെ, ഫൈൻ, ഓൾറൈറ്റ്. സോ ആ രീതിയിൽ എന്ത് ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളും കോഡ് ഉണ്ടാക്കി അല്ലെങ്കിൽ മൈൻഡ് മാപ്പിംഗ് ടെക്നിക്സ് ഉപയോഗിച്ച് പഠിക്കുക എന്നുള്ളത് നിങ്ങൾ മേക്ക് ഷുവർ ചെയ്യുക. ഓൾറെഡി ഇവിടെ JR ക്ലബ് ഒക്കെ അറ്റൻഡ് ചെയ്ത ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനെ അപ്രോച്ച് ചെയ്തത്, അതായത് ഇത്രയും സെറ്റ് ഓഫ് പബ്ലിക്കേഷൻസ് തന്നിട്ട് ഇതിനെ ക്രൊണോളജിക്കലി അറേഞ്ച് ചെയ്യാൻ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഫാക്ച്വലി കാണാതെ പഠിക്കാം. ബനാറസ് അക്ബർ എന്ന പബ്ലിക്കേഷൻ 845 വന്നത്. ബുദ്ധിപ്രകാശ് എന്ന പബ്ലിക്കേഷൻ 852 വരുന്നത്. 867 കവിവചൻ സുധ, 877 ഹരിചന്ദ്ര മാഗസിൻ, 809 സുധാകർ എന്നുള്ളത്. പക്ഷെ നമ്മുടെ തന്നെ കുട്ടികൾ പലപ്പോഴായി ഉണ്ടാക്കിയ ഒരു കോഡ് ഉണ്ട്, ഒരു പക്ഷെ ചിലർക്ക് അറിയായിരിക്കും. ബനാറസുകാരനായ ബുദ്ധിപ്രകാശ് കവിവചനം പഠിക്കാനായി ഹരിചന്ദ്രനെയും കൂട്ടി സുധാകരന്റെ വീട്ടിൽ പോയി. അപ്പൊ ആ ഒരു കോഡ് വെച്ചിട്ട് നമ്മൾ ഇത്രയും പബ്ലിക്കേഷന്റെ ക്രോണോളജിക്കൽ ഓർഡർ പഠിച്ചു. ഇയേഴ്സ് പിന്നെ ആണെങ്കിലും ഓർത്താൽ മതി. സോ ആ രീതിയിൽ നിങ്ങൾ പഠിക്കുന്ന എന്തൊക്കെയാണെങ്കിലും മൈൻഡ് മാപ്പിംഗ് ടെക്നിക്സ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ കോഡ് ഉപയോഗിച്ചോ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും. ആ രീതിയിൽ എൻഗേജിങ് ആയിട്ട് പഠിക്കാനായിട്ട് നോക്കുക കേട്ടോ. പറ്റുന്നത് പോലെ ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക. മാക്സിമം ഫാക്ച്വൽ ക്വസ്റ്റ്യൻസ് ഫാക്ച്വലി പഠിച്ചു പോകാതെ ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക. ഇഷ്ടപ്പെട്ട് പഠിക്കുക, കഷ്ടപ്പെട്ട് പഠിക്കാതെ കഷ്ടപ്പെട്ട് പഠിക്കുക. മൾട്ടിപ്പിൾ റിവിഷൻ മാറ്റേഴ്സ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്താണ്, മൾട്ടിപ്ലി റിവൈസ് ചെയ്യുക. ലാസ്റ്റ് ടൈം JRF ഹോൾഡർ എന്താണ് ഒരാഴ്ചയിൽ 3 പ്രാവശ്യം റിവൈസ് ചെയ്തു എന്നാണ് പറഞ്ഞത്. ലെറ്റ് മീ ഗീവ് യു a 3P ഫോർമുല ഫോർ സക്സസ്. സക്സസിന് വേണ്ടിയിട്ട് ഒരു 3P ഫോർമുല ഷെയർ ചെയ്യുകയാണ്. പേഷ്യൻസ്, പെർസിസ്റ്റൻസ്, ആരും പോകല്ലേ, PYQ ഡിസ്കഷൻ ഉണ്ട്. പേഷ്യൻസ്, പെർസിസ്റ്റൻസ്, പെർസ്പിറേഷൻ മേക്ക് ആൻ അൺബീറ്റബിൾ കോമ്പിനേഷൻ ഫോർ സക്സസ് എന്നുള്ളത് ഞാനല്ല പറഞ്ഞത്, നെപ്പോളിയൻ ഹില്ലാണ്. അപ്പോ ബേസിക്കലി ദൃശ്യ മൂവിയിലൊക്കെ പറയുന്നത് പോലെ ക്ഷമ വേണം, സമയമെടുക്കും. പിന്നെ കൺസിസ്റ്റൻസി വേണം, കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കണം. ഈ ഒരു സ്റ്റഡി പ്ലാൻ ഇപ്പൊ കിട്ടി ഞാൻ എല്ലാം ശരിയാക്കും എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലായിരിക്കും. പക്ഷെ ആദ്യത്തെ 2 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ കൺസിസ്റ്റൻസി ഇല്ലെങ്കിൽ ദാറ്റ് ഡസന്റ് മേക്ക് എനി റിസൾട്ട്. പെർസ്പിറേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ്സ് എ ബയോളജിക്കൽ പ്രോസസ് ഓഫ് സ്വെറ്റിംഗ്. പണിയെടുക്കണം എന്ന് മലയാളത്തിൽ വേണേൽ പറയാം. സോ നമ്മുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഹാർഡ് വർക്ക് ഡെഫിനറ്റ്ലി വിൽ ഗീവ് അസ് സക്സസ്. അപ്പോ നെറ്റ് എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂവില് സക്സസിനെ ഡിഫൈൻ ചെയ്യുന്ന ഏറ്റവും വലിയൊരു ഫാക്ടർ പേഷ്യൻസ് ഉണ്ട്, പെർസിസ്റ്റൻസ് ഉണ്ട്, പെർസ്പിറേഷൻ ഉണ്ട്, സമ്മതിച്ചു. PYQ ആണ് കേട്ടോ. മാക്സിമം PYQ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യുന്നത് നിങ്ങളെ ഏറ്റവും കൂടുതൽ സഹായിക്കും എന്നുള്ളതിൽ ദർ ഇസ് നോ ഡൗട്ട്.
അപ്പോ ഇവിടുത്തെ JRF ക്ലബ്സ് കംപ്ലീറ്റ്ലി PYQ ഓറിയന്റഡ് ആണ്. PYQ ബേസ്ഡ് ആയിട്ട് ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്തിട്ട് ഇൻഡെപ്ത് ആയിട്ടാണ് ക്ലാസ്സസ് എടുക്കുന്നത്. ആ ഒരു മെത്തേഡ് എങ്ങനെയാണെന്ന് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. ആ ക്വസ്റ്റ്യൻസിന്റെ കണക്ഷൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരും. സോ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും, ഓക്കെ PYQ മാറ്റേഴ്സ് ദിസ് മച്ച് എന്നുള്ള ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ കീപ് പ്രാക്ടീസിങ് PYQ. നിങ്ങളിപ്പോ 2 പ്രാവശ്യം എക്സാം എഴുതിയവരുണ്ട്, 5 പ്രാവശ്യം എക്സാം എഴുതിയവരുണ്ട്. പക്ഷെ ദിസ് ടൈം മേക്ക് ഷുവർ ദാറ്റ് യു പ്രാക്ടീസ് PYQ മോർ റാദർ ദാൻ ജസ്റ്റ് സ്റ്റഡി. അപ്പോ കുറച്ച് PYQs ഡിസ്കസ് ചെയ്താലോ? നിങ്ങളൊക്കെ ആൻസർ അറിയാമെങ്കിലും അറിയത്തില്ലെങ്കിലും ആൻസർ ചെയ്യുമല്ലോ അല്ലെ? കുറച്ച് PYQ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ അവിടെ ഉണ്ടോ എല്ലാരും? ഹലോ ഗൈസ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഡിസംബർ 2022 വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 5 പബ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ആ പബ്ലിക്കേഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ആളുകളെയും കൊടുത്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് കറക്റ്റ് ആണ്, കുറച്ച് റോങ് ആണ്. നമ്മളോട് ചോദിച്ചേക്കുന്നത് കറക്റ്റ് ആൻസർ ചൂസ് ചെയ്യാനാണ്. റോങ് ആയിട്ടുള്ളത് എക്സ്ക്ലൂഡ് ചെയ്തിട്ട് റൈറ്റ് ഓപ്ഷൻസ് ചൂസ് ചെയ്യാനാണ്. അപ്പോ നിങ്ങൾക്ക് ഇതൊന്ന് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കുമോ? നിങ്ങൾക്ക് ആരുടെയും ഒക്കെ പബ്ലിക്കേഷൻ ഇതിൽ അറിയാമോ? അറിയത്തില്ലെങ്കിലും ചുമ്മാ ഗസ് വർക്ക് ചെയ്യാട്ടോ. ഗസ് ചെയ്തിട്ട് ആൻസർ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. സി പറയുന്നുണ്ട്. ബാക്കിയുള്ളവരൂടെ ആൻസർ ചെയ്യാമോ? എല്ലാരും ഉണ്ടല്ലോ അല്ലേ? നിങ്ങൾ അറിയാത്തത് കൊണ്ടായിരിക്കും ചിലപ്പോൾ ആൻസർ ചെയ്യാത്തെ. ഓക്കെ, ചിലര് ഡി പറയുന്നുണ്ട്. തെറ്റാലും കുഴപ്പമില്ല കേട്ടോ, ആൻസർ ചെയ്യാട്ടോ. നമുക്ക് എന്തായാലും നോക്കാം ആൻസർ. ആൻസർ വരുന്നത് സി ആണ്. സാരില്ല, എന്തുകൊണ്ടാണ് തെറ്റിയത് എന്ന് നമുക്ക് നോക്കാം. അപ്പോ BCD, അതായത് ഗണേഷ് ശങ്കർ വിദ്യാർത്ഥി is associated with പ്രതാപ്, രാമാനന്ദ് ചാറ്റർജി is associated with വിശാൽ ഭാരത്, മക്കൻലാൽ ചതുർവേദി is associated with കരംവീർ. ഇത് മൂന്നുമാണ് കറക്റ്റ് ആയിട്ടുള്ളത്. ശിവ് പ്രസാദ് ശുക്ല അല്ല കാലുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. കാൽ എന്ന് പറയുന്നത് ഒരു മറാത്തി പബ്ലിക്കേഷൻ ആണ് കേട്ടോ. കാലം, ടൈം എന്നുള്ളതാണ് അതിന്റെ മീനിങ് വരുന്നത്. കാൽ വാസ് പബ്ലിഷ്ഡ് ബൈ SM പരഞ്ച്പേ ആണ്. SM പരഞ്ച്പേ. ഭാരതേന്ദു ഹരിചന്ദ്ര ബ്രാഹ്മണുമായിട്ട് റിലേറ്റഡ് അല്ല. നമ്മളിതാ ഇവിടെ നേരത്തെ കാണിച്ച സ്ലൈഡിൽ നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഹരിചന്ദ്ര മാഗസിൻ. ഈ ഹരിചന്ദ്ര മാഗസിൻ വാസ് ദ പബ്ലിക്കേഷൻ ഓഫ് ഭാരതേന്ദു ഹരിചന്ദ്ര. അപ്പോ ആൻസർ വരുന്നത് BCD, അതായത് ഗണേഷ് ശങ്കർ വിദ്യാർത്ഥി പ്രതാപുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നു. അത് 1913 കാൺപൂർ, ഉത്തർപ്രദേശിലെ കാൺപൂരിൽ നിന്നും അദ്ദേഹം പബ്ലിഷ് ചെയ്തൊരു പബ്ലിക്കേഷനാണ് പ്രതാപ്. പിന്നെ രാമാനന്ദ് ചാറ്റർജി, വിശാൽ ഭാരത്, മക്കനാൽ ചതുർവേദി കരംവീറിന്റെ എഡിറ്റർ ആയിരുന്നു. അപ്പോ നേരത്തെ ഞാൻ കാറ്റഗറൈസ്ഡ് മെറ്റീരിയൽ കാണിച്ചപ്പോ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ ജേർണലിസം എന്ന ബുക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ് അല്ലെങ്കിൽ അതിൽ നിന്ന് എടുത്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസിന്റെ ബുള്ളറ്റിൻ പോയിന്റ്സ് നിങ്ങളെ കാണിച്ചു. അപ്പൊ നിങ്ങളത് ശ്രദ്ധിച്ച് കാണുമെന്ന് വിചാരിക്കുന്നു. ആ ഒരു ബുക്കിൽ നിന്ന് എടുത്തിട്ടുള്ള സ്ക്രീൻഷോട്ട് ആണ് ഇത് കേട്ടോ. അപ്പം ആ ബുക്കിൽ നിന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും പ്രതാപ് എന്ന ന്യൂസ് പേപ്പർ
കാൺപൂർ ആണ്. ഇത് ഓൾഡ് ഇംഗ്ലീഷിൽ ഇങ്ങനെ എഴുതിയതാണ്. 1913 വരുന്നത്. ഇറ്റ് വാസ് ഫൗണ്ടഡ് ബൈ ഗണേഷ് ശങ്കർ വിദ്യാർത്ഥി. ആൻഡ് ഇതേ ബുക്കിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വേറൊരു കാര്യമാണ് വിശാൽ ഭാരത്. വിശാൽ ഭാരത് എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ ഹിന്ദി ലാംഗ്വേജ് മാഗസീൻ ആണ്. 1929 വന്നതാണ്. രാമാനന്ദ് ചാറ്റർജി ആണ് അത് ഫൗണ്ട് ചെയ്തത്. അപ്പൊ ഇപ്പൊ തന്നെ പഠിച്ചു പോവുക. ഇപ്പൊ ഉള്ള ആളുകൾ ഇപ്പൊ തന്നെ പഠിച്ചു പോവുക. പ്രതാപ് ഒരു ഹിന്ദി ഡെയിലി ആണ്. 1913 ഉത്തർപ്രദേശിലെ കാൺപൂരിൽ നിന്ന് വന്നു. വിശാൽ ഭാരത് എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ ഹിന്ദി ലാംഗ്വേജ് മാഗസീൻ ആണ്. ഫൗണ്ടഡ് ബൈ രാമാനന്ദ് ചാറ്റർജി 1929. അപ്പം അദ്ദേഹത്തെ കുറിച്ച് നമുക്കൊന്ന് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയപ്പോ മനസ്സിലാവുന്നത്, അദ്ദേഹം കയാസ്ത സമാചാർ എന്ന ഒരു പബ്ലിക്കേഷന്റെ എഡിറ്റർ ആയിട്ട് വർക്ക് ചെയ്തിരുന്നു. ഖയാസ്ത സമാചാർ ഒരു ഇംഗ്ലീഷ് വീക്കിലി ആയിരുന്നു. എവിടെയുള്ള പബ്ലിക്കേഷൻ പ്ലേസ്? അലഹബാദ്. അപ്പം ന്യൂസ് പേപ്പേഴ്സ് ആണ് അതിന്റെ പബ്ലിക്കേഷൻ പ്ലേസ് ഇമ്പോർട്ടന്റ് ആണ്. അലഹബാദിൽ നിന്നും. And that Kayasa Samachar was started by Sachidananda Sinha. അപ്പോൾ നമ്മൾ ചുമ്മാ ജസ്റ്റ് അയാളുടെ ഒരു ഓപ്ഷൻ വന്നതുകൊണ്ട് അയാളെ ഒന്ന് ഇൻഡെപ്ത് ആയിട്ടൊന്ന് പഠിച്ചതാണ്. കയാസ സമാചർ റിലേറ്റഡ് ആയിട്ട് അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്, എഡിറ്റർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പ്രഭാസി ആൻഡ് മോഡേൺ റിവ്യൂ എന്ന പബ്ലിക്കേഷൻസും ഫൗണ്ട് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആൻഡ് അടുത്ത ഓപ്ഷൻ ആണ് ആര്? മഖൻലാൽ ചതുർവേദി. അദ്ദേഹം എന്തിന്റെ എഡിറ്റർ ആയിരുന്നു? കരംവീറിന്റെ എഡിറ്റർ ആയിരുന്നു. സോ അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ അത്യാവശ്യം ഇൻഡെപ്ത് ആയിട്ട് നോക്കിയപ്പോഴത്തേക്കും ഇത്രയും കാര്യങ്ങളാണ് ഇപ്പം നമുക്ക് മനസ്സിലാക്കി വെക്കാനായിട്ട് സാധിക്കുന്നത്. നിങ്ങളുടെ മനസ്സിലിരിക്കുക. നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇത് വന്ന ടേം ശ്രദ്ധിച്ചോ? ഡിസംബർ 2025 ആണ് കേട്ടോ. ഡിസംബർ 2025. ഡിസംബർ 2024 വന്ന ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇത് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കിക്കേ. ഇത് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കിക്കേ. എല്ലാരും ആൻസർ ചെയ്യാൻ നോക്കണേ. നമ്മളിപ്പൊ ഡിസ്കസ് ചെയ്തതേ ഉള്ളൂ. ഹലോ ഗൈസ്, ഇത് എളുപ്പല്ലേ? ഇത് ആൻസർ ചെയ്തില്ലെങ്കിൽ നേരത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിച്ചില്ല എന്നാണ് അർത്ഥം. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. നമ്മൾ ഡിസംബർ 2022 ഒരു ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്തു. ഡിസംബർ 2024 വന്നപ്പോഴത്തേക്കും ആ ഓപ്ഷനിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, ഞാൻ ഡിലേ ആക്കുന്നില്ല. ആൻസർ വരുന്നത് മഖൻലാൽ ചതുർവേദി തന്നെയാണ്. അപ്പോൾ ഡിസംബർ 2022 വന്നിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെ നമുക്ക് പിന്നീട് ഒരു സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ഡിസംബർ 2024 വന്നു. ഞാൻ നേരത്തെ പറഞ്ഞ കാൽ എന്ന ആ ഒരു വീക്ക്ലിയുടെ ആ ഒരു പബ്ലിക്കേഷന്റെ ഫൗണ്ടർ ആണ് SM പരജ്പേ. പിന്നെ മദൻ മോഹൻ മാലവിയ, ബാലഗംഗാധര തിലകൊക്കെ നമ്മൾ സോഷ്യൽ റിഫോമേഴ്സിന്റെ ഭാഗമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ്. ആൻഡ് ഈ ഒരു ക്വസ്റ്റ്യനോട് ആൻസർ ചെയ്യാൻ നോക്കാമോ? ഇത് ജൂൺ 2025 വന്ന ക്വസ്റ്റ്യൻ ആണ്. ന്യൂസ് പേപ്പർ, അതിന്റെ പബ്ലിക്കേഷൻ പ്ലേസ്. നേരത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. ഡിസംബർ 2025 വന്ന ക്വസ്റ്റ്യൻ ആണ്. ദാറ്റ് ഈസ് ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ. യെസ്, ഓഫ് കോഴ്സ്. എങ്ങനെ കണക്ട് ചെയ്ത ആൻസർ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യനില് പ്രതാപ് എന്ന ഡെയിലിയുടെ പബ്ലിഷിംഗ് പ്ലേസ് എവിടെയാണ് എന്ന് ഡിസ്കസ് ചെയ്തു. പ്രതാപ് ഒരു ഹിന്ദി ഡെയിലി ആണ്. 1913 വരുന്നത്. കാൺപൂർ, ഉത്തർപ്രദേശിലെ കാൺപൂരിൽ നിന്നാണ് പ്രതാപ് വരുന്നത്. അപ്പം A3 മാച്ച് ചെയ്താൽ തന്നെ ഔട്ട് ഓഫ് എവറി ഓപ്ഷൻ നമുക്ക് ഓപ്ഷൻ C എന്ത് ചെയ്യാൻ പറ്റും? ഫിക്സ് ചെയ്യാനായിട്ട് സാധിക്കും. സോ പ്രതാപ് എന്ന ന്യൂസ് പേപ്പറിന്റെ പബ്ലിഷിംഗ് പ്ലേസ് വരുന്നത് കാൺപൂർ ആണ്. ദൈനിക് ഭാസ്കർ എന്ന ന്യൂസ് പേപ്പറിന്റെ പബ്ലിക്കേഷൻ പ്ലേസ് വരുന്നത് ഭോപ്പാൽ ആണ്.
രാഷ്ട്രീയ സഹാറ എന്ന ന്യൂസ് പേപ്പറിന്റെ പബ്ലിക്കേഷൻ പ്ലേസ് വരുന്നത് ലക്നൗ ആണ്. അമർ ഉജാലയുടെ പബ്ലിക്കേഷൻ പ്ലേസ് വരുന്നത് ആഗ്ര ആണ്. സോ ദി റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി. അപ്പോ ഈ രീതിയിൽ ഞാൻ മൾട്ടിപ്പിൾ ആയിട്ടുള്ള PYQ 3 ടേമിലെ സെപ്പറേറ്റ് 3 PYQ എടുത്തിട്ട് അതിന്റെ കണക്ഷൻസ് ജസ്റ്റ് നിങ്ങളെ മനസ്സിലാക്കാനാണ് ഉദ്ദേശിച്ചത്. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദ ഫാക്ട് ദാറ്റ് PYQs ആർ വെരി ഇന്റർ കണക്റ്റഡ്. അപ്പൊ മാക്സിമം PYQs പ്രാക്ടീസ് ചെയ്യുക നിങ്ങളുടെ പ്രിപ്പറേഷനിൽ എന്നുള്ളതാണ് നിങ്ങൾക്ക് ഈ ഒരു 2 മാസത്തിൽ ചെയ്യാൻ പറ്റുന്ന ദ ബെസ്റ്റ് തിങ് എവർ. അപ്പോ നമ്മുടെ ലാസ്റ്റ് ടേമിലെ JRF വിന്നർ ആയിട്ടുള്ള ഒരു കുട്ടിയാണ് നദ ഫാത്തിമ. ആളോട് സംസാരിച്ചപ്പോൾ ആള് പറഞ്ഞത് കൺസിസ്റ്റൻസി ഇസ് ദ കീ എന്നുള്ള ഒരു ഫ്രേസ് ആണ്. അപ്പൊ നിങ്ങൾക്കും കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കാൻ പറ്റട്ടെ. ഈ ഒരു 2 മാസം മാക്സിമം പ്രൊഡക്റ്റീവ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് നോക്കാട്ടോ. ആൻഡ് ഇഫ് യു ഫീൽ ലൈക്ക് ജോയിനിങ് ദിസ് ക്രാഷ് കോഴ്സ്, നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഈ രീതിയിൽ ഞാൻ നേരത്തെ ഫീച്ചേഴ്സിലൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തതുപോലെ തന്നെ JRF ക്ലബ്സ്, ഐബ്രിസം റൂം, കാറ്റഗറൈസ്ഡ് മെറ്റീരിയൽ ഒക്കെയാണ് ഈ ഒരു കോഴ്സിന്റെ സ്പെഷ്യാലിറ്റീസ് ആയിട്ട് വരുന്നത്. അപ്പോ ഇനി നമുക്കൊരു എക്സാം എഴുതേണ്ട അവസ്ഥ വരാതിരിക്കാൻ, അതായത് ഈ ഒരു എക്സാമിനോടുകൂടി നമുക്ക് ക്രാക്ക് ചെയ്യണം, ആ ഒരു മൈൻഡ് സെറ്റിൽ എല്ലാവരും പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുക. ദിസ് ഇസ് ദ റൈറ്റ് ടൈം ടു സ്റ്റാർട്ട്. നാളെയല്ല, നൗ ഇസ് ദ റൈറ്റ് ടൈം ടു സ്റ്റാർട്ട്. അപ്പോ എല്ലാരും അടിപൊളിയായിട്ട് പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകും കേട്ടോ. നമുക്ക് യൂണിറ്റ് നമ്പർ 4 അതായത് അഡ്വർടൈസിംഗിൽ നമ്മൾ കുറച്ച് തിയറീസും മോഡൽസും ഒക്കെ പഠിക്കുന്നില്ലേ, അതിലൊന്നാണ് ATRN മോഡൽ എന്ന് പറയും. എറൻബർഗ് മോഡലാണ്. എറൻബർഗ് എന്ന് പറഞ്ഞ ഒരാളാണ് ആ മോഡൽ പ്രപ്പോസ് ചെയ്തത്. ബട്ട് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ATRN മോഡൽ. അതായത് ഒരു കൺസ്യൂമർ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നതിന് മുന്നേ ഇത്ര ഫേസിലൂടെ കടന്നു പോകും. ATRN: അവയർനെസ്, ട്രയൽ, റീഇൻഫോഴ്സ്മെന്റ്, നഡ്ജിങ്. അപ്പോ നഡ്ജിങ് എന്ന ആ ഒരു വാക്കിലെയാണ് ഞാൻ ഇവിടെ ഊന്നൽ നൽകി പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. റൈറ്റ് നൗ വാട്ട് യു ഓൾ ജസ്റ്റ് നീഡ് ഇസ് എ നഡ്ജിങ്. അതായത് നിങ്ങൾ ഇങ്ങനെ പകച്ച് നിൽക്കുകയാണ്, ഈ എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യണോ, മാക്സിമം പ്രൊഡക്റ്റീവ് ആക്കണോ. ബട്ട് I4 will be a wonderful platform for you to give that nudging. Nudging എന്ന് പറഞ്ഞ ഒരു ഷോൾഡർ ടാപ്പ് പറ്റും, ലൈക്ക് യു ക്യാൻ എന്നുള്ള രീതിയിൽ ഒരു ഷോൾഡർ ടാപ്പ് ആണ്. നമ്മളിങ്ങനെ പകച്ച് നിൽക്കുന്ന സമയത്ത് ഒരു പാട്ട് പാടാൻ ഒരു അവസരം കിട്ടുക, അല്ലെങ്കിൽ ഒരു പബ്ലിക് സ്പീക്കിന് അവസരം കിട്ടുക. അപ്പം നമ്മുടെ ക്ലോസസ്റ്റ് ഫ്രണ്ട് ഓടി വന്നിട്ട് പറയാണ് യു ക്യാൻ എന്നുള്ള രീതിയിൽ ഒന്ന് ജസ്റ്റ് തട്ടി വിട്ടാല് എവിടുന്നോ എങ്ങോന്നോ കിട്ടുന്ന ഒരു എനർജിയിൽ അവിടെ പോയിട്ട് ചിലപ്പോൾ നമ്മൾ പാട്ട് പാടും, അല്ലെങ്കിൽ ചിലപ്പോൾ പബ്ലിക് സ്പീക്കിംഗ് ചെയ്യും. സോ ആ രീതിയിൽ നമ്മുടെ ഡിസംബർ 2025 എക്സാമിനെ നേരിടാൻ നിങ്ങൾ പകച്ചു നിൽക്കുകയാണെങ്കിൽ I4 will be a wonderful platform for you to give that shoulder tap കേട്ടോ. അതുകൊണ്ട് if you feel like joining this journey, contact the given number on the screen. അപ്പോ ഈ ഞാനിപ്പോ ഷെയർ ചെയ്ത സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു everyone for joining. All the very best for your coming future. എല്ലാവർക്കും നെറ്റും JRF ക്രാക്ക് ചെയ്യാൻ പറ്റട്ടെ കേട്ടോ. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു ഫോർ ജോയിനിങ്. എന്തെങ്കിലും കൺസേൺസ് ഉണ്ടെങ്കിൽ ചോദിക്കാം, ഓർ എൽസ് വി ക്യാൻ വൈൻഡ് അപ്പ്. All right then. Thank you.